മുഖമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യനൊന്നുമല്ല ഞാൻ. ഒരു സാധാരണക്കാരനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിനപ്പുറം എന്നോടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലരുടെ അത്രയും ജീവിതത്തിൻ്റെ ചിട്ടയോ നിഷ്ഠയോ ഒന്നും കാണുകയുമില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതിനപ്പുറം എന്നോടാണ്. ഞാൻ കുറച്ചുകൂടെ തിരുത്തപ്പെടേണ്ടതുണ്ട്, ക്രമപ്പെടേണ്ടതുണ്ട്, കുറച്ചുകൂടെ ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കേണ്ടതുണ്ട്, സൗഖ്യം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിത് കൂട്ടായിട്ട് ചിന്തിപ്പാനും കൂട്ടായിട്ട് ജീവിതത്തെ വിശകലനം ചെയ്യുവാനും ഇടയാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഹോശേയ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കണം. ഹോശേയ പ്രവചന പുസ്തകം 6:1. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് ചെല്ലാം. അവൻ നമ്മെ കടിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രതീക്ഷ തരുന്ന, പ്രകാശം തരുന്ന, പ്രത്യാശ തരുന്ന ഒരു വാക്യമാണിത്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിൽ ചെറിയ പ്രവചനങ്ങളിലെ ആദ്യത്തെ പുസ്തകമായ ഹോശേയ പ്രവചന പുസ്തകം വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ നേർക്കുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അല്ല, അതിനപ്പുറം ശാസനയാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. കാലഘട്ടം BC 755-നും 725-നും ഇടയ്ക്കുള്ള കാലഘട്ടം. ഇസ്രായേലിന്റെ കരുത്തനായ ഭരണാധികാരി യെരോബെയാം രണ്ടാമൻ രാജ്യം ഭരിക്കുന്ന കാലം. ഇത് ഇസ്രായേലിന്റെ ഗോൾഡൻ ഏജ് ആണ്, സുവർണകാലം. ഭൗതികമായ എല്ലാ പ്രതാപത്തോടും സുഖലോലുപതയോടും കൂടെ ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്ന കാലം. രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വിസ്തൃതപ്പെടുത്തി കോട്ട കൊത്തളങ്ങൾ പണിതുയർത്തിയ കാലം. സുശക്തമായ സൈന്യം ഇക്കാലത്തെ ഇസ്രായേലിന്റെ പ്രത്യേകതയായിരുന്നു. കാർഷികമായ അഭിവൃദ്ധി അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. ഫലസമൃദ്ധമായ മുന്തിരിത്തോട്ടങ്ങൾ, ഗോതമ്പ് വയലുകൾ, മേൽത്തരം അത്തിപ്പഴങ്ങൾ, മാതള നാരങ്ങകൾ എല്ലാം സുലഭം. കാർഷികമായ അഭിവൃദ്ധി കൊണ്ട് സാമ്പത്തികമായ വളർച്ച നേടിയ കാലഘട്ടം കൂടായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിന്റെ ശത്രുക്കൾ 2 രാജ്യങ്ങളായിരുന്നു, അസീറിയയും ഈജിപ്റ്റും. ഈജിപ്റ്റുമായും സമാധാന ഉടമ്പടി ഉണ്ടാക്കിയും അസീറിയയ്ക്ക് ടാക്സ് കൊടുത്തും കപ്പം കൊടുത്തും അവരുടെ ഭീഷണിയെ അതിജീവിച്ച് ശത്രു രാജ്യങ്ങളെ സഖ്യരാജ്യമാക്കിയ കാലം. അങ്ങനെയെങ്കിൽ ഏത് ആംഗിളിൽ നിങ്ങൾ നിന്ന് നോക്കുക, ഇസ്രായേലിന്റെ ഗോൾഡൻ ഏജ് ആണ്. രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വിസ്തൃതമായിരിക്കുന്നു, കോട്ടകൊത്തളങ്ങളുണ്ട്, ജനങ്ങൾ ആർഭാടത്തിൽ സുഖലോലുപതയിൽ സാമ്പത്തികമായിട്ട് വളർന്നിരിക്കുന്നു, കാർഷികമായ അഭിവൃദ്ധി, ശത്രു രാജ്യങ്ങളുടെ ഭീഷണിയില്ല. ഏത് ആംഗിളിൽ നോക്കിയാലും ഇസ്രായേൽ ഏറ്റവും അധികം ഉയർന്നിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോന്റെ സുവർണ കാലം പോലെ ഇസ്രായേൽ ഏറ്റവും അധികം വളർന്നിരിക്കുന്ന ഒരു കാലം. പുറമെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, എല്ലാം സുന്ദരമായിട്ട് തന്നെ. പക്ഷേ അകമേ ഏറ്റവും അധികം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ആധ്യാത്മികമായ അധപ്പതനത്തിലൂടെ പോയ കാലഘട്ടം കൂടെയായിരുന്നു. അങ്ങനെ പറയാൻ കാരണം, ദൈവത്തെ ആരാധിക്കേണ്ട ഇടങ്ങളായ ബഥേലിലും ദാനിലും ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് നമസ്കരിക്കുകയാണ്. എന്തോ ഒരു കഷ്ടമാണെന്ന് ഓർത്തോണം. ദൈവത്തെ ആരാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആരാധിക്കേണ്ട ഇടങ്ങളിൽ മിഥ്യാമൂർത്തികളെ ആരാധിക്കുകയാണ്. വിഗ്രഹാരാധന മാത്രമല്ല, ചതിവ്, വഞ്ചന, മോഷണം, ആഭിചാരം, വ്യഭിചാരം, രക്തപാതകം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ വർദ്ധിച്ചു വന്നൊരു കാലം. ഏത് കാലത്തും ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? പരസ്പര സ്നേഹവും കൂട്ടായ്മയല്ലേ? ഇത് ലെവലേശമില്ലാതിരുന്ന കാലം, തീരുന്നില്ല. കരുണയും കരുതലുമൊക്കെ അന്യം നിന്നിരുന്ന ഒരു കാലം, വല്ലാത്തൊരു കാലം. ദർശനമില്ലാത്ത പുരോഹിതന്മാർ, തങ്ങൾക്കിണങ്ങിയതുപോലെ പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ, സുഖലോലുപരായ ഭരണകർത്താക്കൾ, കൈക്കൂലി മേടിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യന്റെ ന്യായം അട്ടിമറിക്കുന്ന ന്യായാധിപന്മാർ. ഇതിനേക്കാൾ ഗതികെട്ട കാലം വല്ലതും വേണോ? പാവപ്പെട്ടവന്റെ ന്യായം അട്ടിമറിക്കപ്പെടുന്നു, ദരിദ്രൻ ചൂഷണം ചെയ്യപ്പെടുന്നു. ഈ വല്ലാത്തൊരു കാലം കണ്ട് സഹിക്കവയ്യാതെ സർവശക്തനായ ദൈവം ഇസ്രായേലിലെ എഫ്രയീം മലനാട്ടിലെ
യെബേരിയുടെ മകനായ ഹോശയായെ തൻ്റെ അരുളപ്പാട് അറിയിക്കാൻ വിളിക്കുകയാണ്. ഹോശയോട് പറയുകയാണ്, ഹോശയ, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കണം, ഒരു ഗണികയെ വിവാഹം കഴിക്കണം. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിലൂടെ എനിക്ക് ഇസ്രായേലിനോട് എൻ്റെ അരുളപ്പാട് അറിയിക്കണം. ഗണിക നിനക്കെങ്ങനെ അവിശ്വസ്തതയായിരുന്നുവോ അതുപോലെ ഇസ്രായേൽ എൻ്റെ മുൻപിൽ അവിശ്വസ്തതയാണെന്ന് എനിക്കവരോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ഗണികയെ, ഗോമർ എന്നൊരു വേശ്യയെ പ്രവാചകൻ വിവാഹം കഴിക്കുകയാണ്. അവളിൽ 3 മക്കൾ ജനിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് അവർക്ക് പേര് വിടുന്നു. ഇസ്രയേൽ, ലോരുഹീമ, ലോ അമി. ഇസ്രയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിതയ്ക്കുന്നു, ലോരുഹീമ എന്ന് വെച്ചാൽ കരുണയില്ലാത്തവൾ, ലോ അമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനമല്ല. ദൈവം ഹോശയ പ്രവചനോട് പറയുകയാണ്, ഹോശയ, ഇതുപോലാണ് ഇപ്പോൾ ഇസ്രയേൽ. അവർ ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല. അതുകൊണ്ട് ഇനിമേൽ അവരെൻ്റെ ജനമല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ നാശം വിതയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടും പേറി തൻ്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, തകർന്നതെന്ന് പറയാൻ ഒരു വേശ്യയോടൊപ്പമാണ് ജീവിക്കുന്നത്, അതത്ര നല്ല കുടുംബജീവിതമൊന്നും അല്ലല്ലോ, തകർന്ന കുടുംബജീവിതം തന്നെയല്ലേ, തൻ്റെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ നുറുങ്ങിയ ഹൃദയത്തോടെ കനഗംഭീര സ്വരത്തിൽ ആരെയും കൂസാതെ വചനത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഇസ്രായേലിന്റെ പ്രവാചകൻ പാളയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ഇസ്രായേലേ, നീ ദൈവ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ നടുവിൽ തിന്മയാണ്, വഷളത്വമാണ്, വെറുക്കൂത്താണ്. അതുകൊണ്ട് ദൈവത്തിന് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം നിന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ തകർക്കാൻ പോവുകയാണ്. ആസന്നമായ ഒരു ദുരന്തം ഇടുത്തീ പോലെ നിന്റെ മേൽ വന്നു ഭവിക്കാൻ പോവുകയാണ്. ദിക്കുകൾ കുലുങ്ങുമാറ് ഇടിനാദം പോലെ പ്രവാചകന്റെ ശബ്ദം ദേശം മുഴുവൻ മാറ്റൊലി കൊള്ളുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകുകയാണ്. ജനങ്ങൾ നിലവിളിക്കുകയാണ്. കാരണം മുൻപിൽ നാശമാണ്, രക്ഷപ്പെടാൻ ഒരു അവസരവും ഇല്ല. ദൈവം നശിപ്പിക്കാൻ പോവാണ്. ദൈവം ഒരു തീരുമാനമെടുത്താൽ അതിന് മാറ്റമില്ലല്ലോ. ജനങ്ങൾ വാവിട്ട് കരയുന്നു, നിലവിളിക്കുന്നു. അപ്പോഴേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഭാവം അങ്ങ് മാറുന്നു. സംഹാരമൂർത്തിയായ ഒരു രക്തരക്ഷസ് പോലെ നിന്നിരുന്ന ഒരു ദൈവം പെട്ടെന്ന് കരുണാമയനാകുന്നു. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ദൈവം ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചാലും നമ്മുടെ ചങ്കൊന്ന് പിടയുമ്പോൾ, കണ്ണൊന്ന് നനയുമ്പോൾ തമ്പുരാന്റെ ഭാവം മാറും. അവൻ കരുണാമയനായിട്ട് മാറും. അങ്ങനെ ദൈവം പെട്ടെന്ന് കരുണാമയനായിട്ട് ഇസ്രായേലിനോട് മൃദു ശബ്ദത്തിൽ പ്രവാചകനിലൂടെ പറയുകയാണ്, ഇസ്രായേലേ, നീ അവിശ്വസ്തരാ, പക്ഷെ ഞാൻ വിശ്വസ്തരായിപ്പോയി. ഇസ്രായേലേ, ഒരു കരുണയ്ക്ക് നിങ്ങൾ അർഹതയുള്ളവരല്ല, പക്ഷെ ഞാൻ കരുണാമയനായിപ്പോയി. ഇസ്രായേലേ, എഫ്രൈമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ ഒന്നല്ല രണ്ടല്ല 1000 വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സാണ്. നീ എൻ്റെ വത്സലപുത്രനാണ്, നീ എൻ്റെ പൊന്നോമന മകനാണ്. നിന്നെ എനിക്ക് വിട്ടുകളയാൻ മനസ്സില്ല. അതുകൊണ്ട് എൻ്റെ ജനമേ ഇസ്രായേലേ, നിന്നോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നീ മടങ്ങി വരണം, അനുദപിക്കണം, യഥാസ്ഥാനപ്പെടണം. 3 കാര്യങ്ങൾ. നിങ്ങളിത് മറക്കരുത്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നോടൊപ്പം ഈ 3 വാക്കുകളെങ്കിലും പറയണം. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ തന്നെ പറയണം. ഞാൻ പറയാം. മടങ്ങി വരിക, അല്പം കൂടി ഉച്ചത്തിൽ പറ. മടങ്ങി വരിക, അനുദപിക്കുക, യഥാസ്ഥാനപ്പെടുക. അതാണ് ഈ പ്രവചനത്തിന്റെ ആത്യന്തിക സന്ദേശം. റിട്ടേൺ, റിപ്പന്റൻസ്, റീസ്റ്റോറേഷൻ. മടങ്ങി വരണമെങ്കിൽ, അനുദപിക്കണമെങ്കിൽ, യഥാസ്ഥാനപ്പെടണമെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ എന്താണെന്ന് കൃത്യമായി ഇസ്രായേലിന് ബോധ്യമുണ്ടാകണം. അതും ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സ്നേഹിതനെ പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ നിന്റെ പാളിച്ച? നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ ഇടറിപ്പോയ ഇടങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മടങ്ങി വന്ന് തിരുത്തി യഥാസ്ഥാനപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം അതും പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്രായേലിനോട്, നിന്റെ പാളിച്ച എന്താണ്. പക്ഷെ അത് ഡയറക്റ്റ് പറയുകയല്ല. ചില മെറ്റഫറുകൾ ഉപയോഗിക്കുന്നു, ചില സിംബലുകൾ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ, പ്രതീകങ്ങൾ. ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുമൊന്നും വേണ്ട. വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടാകണം. 2700 വർഷം മുമ്പ് ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ചിന്തിക്കാതെ, ഇന്ന് ഈ ദേവാലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്
എൻ്റെ നേരെ, നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. മറ്റാരുടെയും നേർക്കല്ല, മറ്റാരെയും വിശകലനം ചെയ്യാനും വിധിക്കാനുമല്ല. എൻ്റെ മുൻപിലുള്ള ആളുടെ നേർക്കോ പുറകിലുള്ള ആളുടെ നേർക്കോ എൻ്റെ വശങ്ങളിലുള്ള ആളുടെ നേർക്കോ അല്ല, എൻ്റെ നേർക്കും മാത്രം. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തിരുത്താൻ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിന്, ഈ വചന ശുശ്രൂഷയ്ക്കും നമ്മുടെ ഈ കൂട്ടായ ധ്യാനത്തിനും അർത്ഥമുണ്ടാകുകയുള്ളൂ. ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുകയുള്ളൂ. എന്താ ഈ മെറ്റഫർ? എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി എൻ്റെ നേരെ, നിങ്ങളുടെ നേരെ മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്? മെറ്റഫറുകൾ 1, 6:4. ആരെങ്കിലും വായിക്കണം? നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും വേദപുസ്തകമുണ്ട്. പെട്ടെന്നെടുത്ത് വായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. 6:4. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയാണ്. എഫ്രൈമേ, ഇസ്രയേലേ, നിന്റെ പാളിച്ച, നിന്റെ ഇടർച്ച എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ മെറ്റഫർ, ആദ്യത്തെ ബിംബം എന്താ? അവരോട് പറയുക, നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെയാണ്, പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയാണ്. നിനക്ക് വാത്സല്യമില്ലെന്നല്ല, നിനക്ക് ഭക്തിയില്ലെന്നല്ല, നിനക്ക് വിശ്വാസമില്ലെന്നല്ല, നിനക്ക് വിധേയത്വമില്ലെന്നല്ല, നിനക്ക് സ്നേഹമില്ലെന്നല്ല. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെ. അവരുടെ വിശ്വാസത്തിൻ്റെ മെറ്റഫറായത്. യുവർ ലവ്, യുവർ ഡിവോഷൻ, യുവർ ലോയൽറ്റി, യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് ഏർലി ഡ്യൂ. ഇത് ഈ മോർണിംഗ് ക്ലൗഡ്, ഏർലി ഡ്യൂ, അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഭാതമേഘത്തിൻ്റെ, പുലർച്ചയ്ക്കുള്ള മഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഭാതമേഘം സൂര്യൻ ഉദിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. പുലർച്ചയ്ക്കുള്ള മഞ്ഞോ ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാണ്. ഇസ്രയേലേ, നിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, വിധേയത്വമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ നീങ്ങിപ്പോകുന്നതും പ്രതിസന്ധിയുടെ ചൂടിൽ ഉരുകിപ്പോകുന്നതുമാണ് നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം ഡീപ്പ് റൂട്ടഡ് അല്ല, സ്റ്റേബിൾ അല്ല, പെരിഫർ ലെവലിലുള്ളതാണ്, ഉപരിവിപ്ലവമായിട്ടുള്ളതാണ്. ഇസ്രയേലിന്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എത്ര അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ടാണ് തമ്പുരാൻ കർത്താവ് അവരെ നടത്തുന്നതെന്ന് ഓർത്തോണം. 400 വർഷം അവർ അടിമകളായിരുന്നു. 40 വർഷം മരുഭൂപ്രയാണം. അത് കഴിഞ്ഞിട്ട് പാലും തേനും ഒരു പുണ്യഭൂമി നൽകുന്നു, ഒരു രാജ്യം നൽകുന്നു, രാജാവിനെ നൽകുന്നു, എല്ലാം ഭംഗിയായിട്ട് പോകാനുള്ളതെല്ലാം ഉണ്ട്. എന്നിട്ടും നിങ്ങൾ ഓർത്തോണം, ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട്. ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, പ്രതികൂലതകളൊക്കെ വരുമ്പോഴത്തേക്ക്, അതുവരെയും അത്ഭുതകരമായിട്ട് വഴി നടത്തിയ ദൈവത്തെ മറന്ന് അവർ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോവുകയാണ്. ഇവിടെയാണ് ദൈവം പറയുന്നത്, ഇസ്രായേലേ, നിനക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, വിധേയത്വമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നതും പ്രതിസന്ധിയുടെ ചൂടിൽ എന്നെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതുമാണ് നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം, നിന്റെ ഭക്തി, നിന്റെ സ്നേഹം, വിധേയത്വം ഡീപ്പ് റൂട്ടഡ് അല്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കാ ദൈവത്തോട് സ്നേഹമില്ലാത്തത്, വിശ്വാസമില്ലാത്തത്, ഭക്തിയില്ലാത്തത്, വിധേയത്വമില്ലാത്തത്? ആർക്കാ? നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ദൈവബോധം ഇല്ലാതായി മാറുന്നുണ്ടോ? എപ്പോഴും ഓർക്കണം, ഒരു മനുഷ്യൻ്റെ വിശ്വാസം നിലനിൽക്കുന്നത്, ഇതൊന്നും മറക്കരുത് നിങ്ങൾ, ജീവിതത്തിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ചില പാവം പിടിച്ച മനുഷ്യര്, കടലോളം കണ്ണീരുള്ളവര്, അവരെത്ര ബോൾഡായിട്ടാണ്, പോസിറ്റീവായിട്ട് ചിലപ്പോൾ ജീവിതത്തെ നയിക്കുന്നത്. എന്നാൽ നമ്മളോ അവളൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞു പ്രയാസ വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ആകെ ഡിപ്രസ്ഡാ, നിരാശരാകുക. എന്തിനാ എൻ്റെ ഇങ്ങനെ ജീവിതം എന്നൊക്കെ നമ്മൾ ചോദിക്കുക. എപ്പോഴും ഓർത്തോണം, ഒരു മനുഷ്യൻ്റെ ആത്മീയത അളക്കുന്നത്, മറക്കരുത്, ജീവിതത്തിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മണിപ്പൂരിലെ എത്നിക് വയലൻസ്, വംശീയ കലാപം പിന്നീട് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള പേഴ്സിക്യൂഷനായിട്ട് മാറി, പീഡനമായിട്ട് മാറി. അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൻ്റെ വീടുകൾ മുഴുവൻ കലാപകാരികൾ തകർത്തു, അവരുടെ ആരാധനാലയം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു.
അവിടെയുള്ള ജനങ്ങൾ പലായനം ചെയ്തു. ഏതാണ്ട് 6.5 മാസങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. തങ്ങളുടെ വീടെല്ലാം തകർക്കപ്പെട്ടു. അവരെ അതിനേക്കാൾ വേദനിപ്പിച്ച് എന്താണെന്നറിയാവോ? അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനാലയം അപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. അവരെന്നെ ചെയ്തതെന്നറിയാമോ? അവരെല്ലാവരോടും വട്ടം കൂടി ഇരുന്നിട്ട് കൈ പിടിച്ചിട്ട് പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി പറഞ്ഞു. പനി മാറുമ്പം പറയേണ്ടതല്ല പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് പറയേണ്ടതാണ് പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകം വായിക്കുമ്പോൾ എന്നും കണ്ണ് നിറഞ്ഞിട്ടുള്ള, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കണ്ണ് നിറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങളുണ്ട്. അതിനെന്നെ ഏറ്റവും സ്പർശിച്ചത് ഹബക്കൂക്ക് പ്രവചനം 3:17 അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാം തകർന്നു പോകട്ടെ, എല്ലാം തരിപ്പണമാകട്ടെ, ഒന്നിലും പ്രതീക്ഷയില്ലാതാകട്ടെ, എങ്കിലും എൻ്റെ വിശ്വാസം കൈവിട്ടു പോകില്ല. കുഞ്ഞുങ്ങളൊക്കെ നിർബന്ധമായിട്ടും വായിക്കേണ്ട അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, ദ ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡി പോഷി. മനോഹരമായൊരു പുസ്തകമാണ്. ഡോക്ടർ റാൻഡി പോഷി പിറ്റ്സ്ബർഗിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡീനും അനേക കുഞ്ഞുങ്ങളുടെ മെൻറ്ററുമായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ. അനേക വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് പാൻക്രിയാസിന് ക്യാൻസറായി, അതിവേദനയായി, ശരീരം അസ്ഥിവഞ്ചനം പോലായി. ഡോക്ടർമാർ ഒടുവിൽ ഡോക്ടർ റാൻഡി പോഷിയോട് പറഞ്ഞു, ഇനി അധിക നാളില്ല, പരമാവധി 3-3.5 മാസം മാത്രം. റാൻഡി പോഷി പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് എൻ്റെ വിദ്യാർത്ഥികളെ, എൻ്റെ സുഹൃത്തുക്കളെ, അധ്യാപകർ ഒരിക്കൽ കൂടെ കാണണം, അവസാനമായിട്ട് അവരോടൊന്ന് പ്രസംഗിക്കണം. ഡോക്ടർമാർ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഡോക്ടർമാർ അനുവദിച്ചു. വീൽ ചെയറിലാണ് റാൻഡി പോഷെ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത്. സുന്ദര ആകാരമുള്ള റാൻഡി പോഷെ അസ്ഥിപഞ്ചരം പോലെ വീൽ ചെയറിൽ വരുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അവസാനമായിട്ടൊന്ന് പ്രസംഗിക്കണം. സെനറ്റ് ഹാളിൽ കാതുകൾ കൂർപ്പിച്ച് എന്താണ് ഇദ്ദേഹം മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ പറയാനുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ സ്നേഹിച്ചവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. റാൻഡി പോഷെ പറഞ്ഞു, അവിടെ വെച്ചൊന്ന് പുഷപ്പ് ചെയ്യാനും ഒന്ന് അവരോടൊക്കെ ഒന്ന് സുസ്മിരവദനാകാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചു. എന്നിട്ട് അദ്ദേഹം ആദ്യം തൻ്റെ സ്ക്രീനിൽ തൻ്റെ CT സ്കാൻ റിപ്പോർട്ട് കാണിച്ചു. 12 ട്യൂമറുള്ള CT സ്കാൻ റിപ്പോർട്ട് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ റാൻഡി പോഷയാണ് ഇത്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു 3 മാസമേ ഉള്ളെന്ന്. പക്ഷേ എങ്ങനെയെങ്കിലും ശപിച്ച് ജീവിതത്തെ തള്ളി നീക്കാനല്ല, ഇത് രാജാവിനെ പോലെ ഞാൻ ജീവിക്കാൻ പോവാണെന്ന് പറയുക. എന്നിട്ട് തൻ്റെ വൈഫിൻ്റെ മുന്നോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഇവളെൻ്റെ ഭാവി വിധവയാണെന്ന് പറഞ്ഞ അദ്ദേഹം പരിചയപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞതൊന്നും മരണത്തെ പറ്റിയോ നിരാശയെ പറ്റിയോ അല്ല, ജീവനെ പറ്റിയാണ്, ജീവിതത്തെ പറ്റിയാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചതാണ് ആ വാക്കുകൾ. ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം, ലാസ്റ്റ് ലെക്ചർ ഓഫ് റാൻഡി പോഷെ എന്നുള്ള പുസ്തകം. അനേകരെ പ്രകാശിപ്പിച്ചു, ജീവൻ നൽകി. 2007 സെപ്റ്റംബർ 18 ആയിരുന്നു സെനറ്റ് ഹാളിൽ അദ്ദേഹം അവസാനമായിട്ട് പ്രസംഗിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അവസാനമായിട്ട് പറഞ്ഞു ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, വിദ്യാർത്ഥികളെ, എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്, മറക്കരുത്. ഇത് നമ്മുടെ ജീവിതമില്ലേ ഒരു ചീട്ടുകളി കണക്കാണ്. കയ്യിൽ വരുന്ന ചീട്ട് ഏതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. കയ്യിൽ വരുന്ന ചീട്ട് ഏതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏതിറക്കി കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ജീവിതത്തിന്റെ വിധിയെ മാറ്റാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും? പക്ഷെ അതിനെ എങ്ങനെ നേരിടണമെന്ന് അത് തീരുമാനിക്കേണ്ട നമ്മൾ മാത്രമാ. ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? ജീവിതത്തിന്റെ കണ്ണീർ കയങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ടില്ലേ? അതാണ് വിശ്വാസം. അല്ലാതെ കുഞ്ഞു പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിരാശരായി ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ എവിടെയാ നമ്മുടെ ജീവിതത്തിൽ ദൈവബോധമുള്ളത്? ഒരു കാര്യം പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറയ്ക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനല്ല ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പ്രതികൂലതകൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവം ഇടപെടാതിരിക്കുമോ?
എൻ്റെ ഒരു കുഞ്ഞു സുഹൃത്ത് എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. ചിലതൊക്കെ ഞാനൊന്ന് വായിക്കും. ഒരെണ്ണം ഞാൻ സേവ് ചെയ്ത് എൻ്റെ ഗാലറിയിൽ ഇട്ടു. അവൻ അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു, എന്നെ സ്പർശിച്ചു. ലോക്സ് ആർ നെവർ മാനുഫാക്ചേർഡ് വിത്തൗട്ട് കീസ്. ഇന്നോളം ഒരു താഴും താക്കോലില്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. അടുത്ത സെന്റൻസ്, ഗോഡ് നെവർ ഗീവ്സ് പ്രോബ്ലംസ് വിത്തൗട്ട് സൊല്യൂഷൻ. തമ്പുരാൻ പ്രശ്നമില്ലാതെ നമുക്ക് ആർക്കും ഒരു പരിഹാരമില്ലാതെ ഒരു പ്രശ്നവും തന്നിട്ടില്ല. അടുത്ത സെന്റൻസ്, only need to have patience to unlock them. ഒറ്റ കാര്യം, അതൊന്ന് അൺലോക്ക് ചെയ്യാൻ, തുറക്കാനുള്ള പേഷ്യൻസ് വേണം. അതാണ് വിശ്വാസം, അതാകണം വിശ്വാസം. പ്രിയമുള്ളവരെ, എന്താ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? ഫ്രം ദ ജെനസിസ് ടു ദ റെവലേഷൻ പറഞ്ഞു തരുന്നത് എന്താ? പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ചരിത്രമാണിത്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ചരിത്രമാണ്. പക്ഷെ അവര് ആ പ്രതിസന്ധികളുടെ സമയത്ത് തകർന്നു പോകാതെ തമ്പുരാനെ ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ അവരിൽ ഇടപെടുന്ന ദൈവത്തെ കൂടെ ഈ വേദപുസ്തകം കാണിച്ചു തരുന്നുണ്ട്. അത് അബ്രാം പിതാവിൽ മുതൽ നമ്മുടെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ വരെ ഇല്ലേ? അബ്രാം പിതാവ്, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ, ഒന്ന് ഭാവനയിൽ ഒന്ന് കണ്ടേ. നമ്മളൊക്കെ ചിലത് ഭാവനയിൽ കാണത്തില്ലേ? അബ്രഹാം മലമുകളിൽ അവസാന നിമിഷങ്ങൾ, അവസാന സെക്കൻഡുകൾ, കുഞ്ഞവിടെ കിടക്കുന്നു, വാളോങ്ങുന്നു, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ കഴുത്ത് മാറ്റപ്പെടും. അങ്ങനെയുള്ള സമയത്ത് അബ്രാമിന് പിടിക്കാനുള്ള ദൈവം മാത്രമാണ്. ദൈവത്തെ പിടിച്ചോണ്ടാ ദൈവം പറഞ്ഞത് അങ്ങ് ചെയ്യാൻ പോവാ. അപ്പോഴ് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കുരുങ്ങി കിടക്കുക. സ്വപ്നം കാണാൻ പറ്റുമോ? നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അങ്ങനെയുള്ളത്? അതാണ് ജീവിതത്തിന്റെ മുൾമുനയെ നമ്മൾ നിൽക്കുമായിരിക്കും ചിലപ്പോഴ്. പക്ഷെ തമ്പുരാനെ ഇങ്ങനെ അടക്കം പിടിച്ചാൽ ഇടപെടുന്ന ഒരു ദൈവമാണ്. വെളിപാട് പുസ്തകം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. 20-ാം അധ്യായം വരെ നാശത്തിന്റെയും തകർച്ചയുടെയും ദുരന്തത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞിട്ട് 21-ാം അധ്യായം, ഇതാ പുതിയ ആകാശം, പുതിയ ഭൂമി, മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇടപെടുന്ന ഒരു ദൈവം, ഇടപെടുന്ന ഒരു ദൈവം. മുൾമുനയെ നമ്മൾ നിൽക്കുകയായിരിക്കും, പക്ഷേ അതിൻ്റെ നടുവിലും ഇടപെടുന്ന ഒരു ദൈവം. നിങ്ങൾ ഗായകസംഘ ഒരു പാട്ട് പാടിയില്ലേ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിൽ വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ. ചുമ്മാ പാടിയാ പോരാ, ജീവിതത്തിൻ്റെ നടുക്കയങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയാകണം. നമ്മളൊക്കെ പരാജയപ്പെടും, നമ്മൾ മനുഷ്യരല്ലേ. നമ്മുടെ ബുദ്ധി പരാജയപ്പെടത്തില്ലേ? നമ്മുടെ പണം കൊണ്ട് പ്രയോജനമില്ലാതെ വരില്ലേ? നമ്മൾ ആശ്രയം വെച്ചതെല്ലാം കൈവിട്ടു പോകില്ലേ? നമ്മുടെ മുൻപിലുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം അസ്ഥാനത്താകില്ലേ? പക്ഷെ ആര് പോയാലും ദൈവം കൂടില്ലേ, ദൈവം ഇടപെടില്ലേ? ഗോഡ് നെവർ ഗീവ്സ് പ്രോബ്ലംസ് വിത്തൗട്ട് സൊല്യൂഷൻ. പരിഹാരമില്ലാതെ തമ്പുരാൻ അതിൻ്റെ ഒരു പ്രശ്നവും നമുക്ക് തരില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ബറോഡയിലെ കാർഡിയക് സർജൻ ശൈലേഷ് മേത്ത. ആ ശൈലേഷ് മേത്തയ്ക്ക് ഉണ്ടായൊരു അനുഭവം ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞു. അദ്ദേഹം അത് ലോകത്തോട് പറഞ്ഞു. ഡോക്ടർ ശൈലേഷ് മേത്ത ലോകപ്രശസ്തനായ കാർഡിയക് സർജനാണ്. ജൂനിയർ ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് കേസസ് ആണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നത്. അങ്ങനെ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പം അമ്മ അവരുടെ 5 വയസ്സുള്ള കുഞ്ഞുമായിട്ടാണ് ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നത്. ഡോക്ടർ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് നടുക്കുന്ന സത്യം പറഞ്ഞു. മാതാപിതാക്കളോട് പറഞ്ഞു, പരമാവധി ഈ കുഞ്ഞ് ഒരു 3 മാസം ജീവിച്ചിരിക്കും. പിന്നെ ഏക സാധ്യത സർജറിയാണ്. സർജറി നടത്തിയാലും ഓർത്തോണം, മരിക്കാനുള്ള സാധ്യതയെ കൂടുതലുള്ളൂ. മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് അവിടെ നിന്ന് ഏറ്റെടുക്കണം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സാധ്യത, സർജറി അല്ലേ, കുഞ്ഞിനെ ഏറ്റെടുക്കണം, സർജറി നടത്തണം. ഡോക്ടർക്കറിയാം സർജറി നടത്തിയാലും മരിക്കാനുള്ള സാധ്യതയല്ലുള്ളൂ. അതുകൊണ്ട് പരമാവധി പിന്മാറാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരുടെ വാവിട്ടുള്ള കരച്ചിൽ കണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു. സർജറിയുടെ 6 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. അമ്മ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ കൈവിടല്ലേ, അവിടെ നിന്നാണല്ലോ ആശ്രയം എന്ന മട്ടിൽ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. മോളെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം. ആർക്കാ വിഷമം മൈക്കിൻ്റെ ഓളി മാറ്റി. ആർക്കാ വിഷമം തോന്നാത്തത്? ആർക്കാ പ്രയാസം തോന്നാത്തത്? സർജറിയുടെ ദിവസമായി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വലിയ ടേബിളിൽ ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ കിടത്തി. ഡോക്ടർ ശൈലേഷ് മേത്തയുടെ നെഞ്ച് ആദ്യമായിട്ടൊന്ന് പിടഞ്ഞു. എത്ര സർജറി നടത്തിയതാ, എത്ര പ്രാവശ്യം കത്തി പിടിച്ചതാ, എത്ര രക്തം പുരണ്ട കൈകളാ. പക്ഷെ അതുപോലൊന്നുമല്ല ഈ കേസ്. 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ സർജറി നടത്തുന്ന സമയത്ത് തന്നെ മരിക്കാനുള്ള സാധ്യതകളല്ലേ കൂടുതൽ.
അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വിഷമമായി. എന്നിട്ട് കുഞ്ഞിനെ തലോടിയിട്ട് പറഞ്ഞു, മോളെ പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാണ്. പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പെട്ടെന്ന് പറഞ്ഞു, അതിന് ഡോക്ടറുകളെ എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, ഞാൻ ഡോക്ടറുകളുടെ അടുക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഡോക്ടറുകളെ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ആണോ ചെയ്യുന്നത്? ഇപ്പൊ ഡോക്ടർ ഉടനെ ചിന്തിച്ചു, ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പെയിൻ ഓർത്ത് ഇവള് പറഞ്ഞാണെന്ന് വിചാരിച്ച് വീണ്ടും തലോടിയിട്ട് പറഞ്ഞു, മോളെ ഒട്ടും വേദന വരില്ല, ഒട്ടും വേദന വരില്ല, കാരണം അതുപോലുള്ള മെഡിസിൻസാ തരുന്നത്, നീ വേദന അറിയുകയില്ല. അപ്പൊ അവൾ പറഞ്ഞു, അതല്ല ഡോക്ടറുകളെ, എൻ്റെ അമ്മ എപ്പോഴും എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോളെ നിന്റെ ഹൃദയത്തിനകത്താ ദൈവം ഇരിക്കുന്നതെന്ന്. ഇപ്പൊ ഡോക്ടറുകള് എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ദൈവത്തെ കാണും, ദൈവം എന്നോട് എന്തെങ്കിലും പറയും, അത് എല്ലാം കേട്ട് വന്നിട്ട് പറയണം കേട്ടോ. ഈ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് എന്തു പറയാനാ? അവളെ തലോടിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സർജറി ആരംഭിച്ചു. 1.5 മണിക്കൂറായിട്ടും ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നേ ഇല്ല. ആകെ വിഷമമായി. ഡോക്ടർ ശൈലേഷ് മേത്ത ജൂനിയർ ഡോക്ടർമാരും കിണഞ്ഞു പരിശ്രമിക്കുക. ഒടുവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ജൂനിയർ ഡോക്ടർമാരായിട്ട് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കേ അല്ലാതെ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചങ്ങ് തുന്നിക്കെട്ടിയേര്. അവർ തുന്നിക്കെട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഡോക്ടറിൻ്റെ കാതിൽ ഈ കുഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ഇടിച്ചിടിച്ച് നിന്നു, ഡോക്ടറെങ്കിള് എൻ്റെ ഹാർട്ട് കീറുമ്പോൾ അവിടെ എൻ്റെ ദൈവത്തെ കാണും, ദൈവം എന്നോട് എന്തെങ്കിലും പറയും, അത് ഡോക്ടറെങ്കിൽ എന്നോട് പറയണം. ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജീവിതത്തിൽ ഇന്നുവരെയും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ രക്തം പുരണ്ട കൈകൾ കൂപ്പിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ മുട്ടുകുത്തിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. അവളും അവളുടെ അമ്മയും വിശ്വസിക്കുന്നത് അവളുടെ ഹൃദയത്തിനകത്ത് ദൈവമുണ്ടെന്നാണ്, നീ ഉണ്ടെന്നാണ്. നീ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞിനെ എങ്ങനെങ്കിലും രക്ഷിച്ചേ മതിയാകുള്ളൂ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പരാജയപ്പെട്ടു പോയി. ഡോക്ടർ എന്നിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി. നേഴ്സസ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു. ജൂനിയർ ഡോക്ടർമാരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഹാർട്ടിലോട്ട് ഇപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഞെട്ടിപ്പോയി. ജൂനിയർ ഡോക്ടർമാരെല്ലാം കൂട്ടി വരുത്തിയിട്ട് സർജറി പുനരാരംഭിച്ചു. 4.5 മണിക്കൂറുകൾ കൊണ്ട് സർജറി പൂർത്തിയായി. ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ ശൈലേഷ് മേത്ത ദൈവവിശ്വാസിയായിട്ട് മാറി. ഡോക്ടർ ശൈലേഷ് മേത്ത ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഏത് സർജറിക്ക് കയറുമ്പോഴും കൈകൂപ്പി പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഞാൻ പരാജയപ്പെടാം, പക്ഷെ അന്നേരം നീ ഇടപെടണം, നിനക്കല്ലാതെ നീ ഇടപെടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ പരാജയപ്പെടും, നമ്മളുടെ സമ്പത്ത് പരാജയപ്പെടും, യുക്തി പരാജയപ്പെടും, ആശ്രയം വെച്ചത് പരാജയപ്പെടും. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അടങ്ങ് പിടിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ചരിത്രമാണ് ഈ വേദപുസ്തകം. ഇസ്രായേലേ എഫ്രൈമേ, നിനക്ക് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ അത് ഡീപ്പ് റൂട്ടഡ് അല്ല. നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടഡ് ആകട്ടെ, സ്റ്റേബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2:7-4 അവരെല്ലാം വ്യഭിചാരികളാകുന്നു, അപ്പക്കാരൻ ചൂടുപിടിപ്പിച്ച അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ, ചൂടുപിടിപ്പിച്ച അപ്പക്കല്ല്. അവർക്ക് സുപരിചിതമായൊരു മെറ്റഫറായത്. യഹൂദന്മാർ പാചകം ചെയ്യുന്നത് കല്ലിലാണ്. കല്ല് പെട്ടെന്ന് പഴുക്കില്ല. ഇപ്പൊ രാവിലെ പാചകം ചെയ്യണമെങ്കിൽ യഹൂദ സ്ത്രീകൾ രാത്രിയിൽ കല്ലിൻ്റെ ഇടയിൽ തീയിടും. അങ്ങനെ കല്ല് ചൂടായി രാവിലെ ആകുമ്പോഴത്തേക്ക് പഴുത്ത് കിടക്കും. അതിലാണ് പാചകം ചെയ്യുന്നത്. അവർക്ക് സുപരിചിതമായ പഴുത്ത് കിടക്കുന്ന ഒരപ്പക്കല്ലിനെ 7:5 പറയുന്നുണ്ട്, രാജാവിൻ്റെ ദിവസത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരായി ദീനം പിടിപ്പിക്കുന്നു എന്ന് പറയത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരായി ദീനം പിടിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. കുടിച്ചു കൂത്താടി ജീവിതത്തെ നശിപ്പിക്കുന്നവരാണെന്ന് പറയുകയാണ്. 4:2 വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ സത്യം ചെയ്യുന്നു പക്ഷെ വ്യാജം പറയുന്നു, നിങ്ങൾ വ്യഭിചരിക്കുന്നു, മോഷ്ടിക്കുന്നു, രക്തപാതകം ചെയ്യുന്നു, വഞ്ചിക്കുന്നു, അതിക്രമം കാണിക്കുന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, എല്ലാ കൊള്ളരുതായ്മയും എല്ലാ വഷളത്വവും ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലുണ്ട്. ദൈവം പറയുകയാണ്, ഈ തിന്മ വഷളത്വം പഴുത്ത് കിടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുകയാണ്.
പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ ദൈവത്തിൻ്റെ ജനമാണെന്ന്, ദൈവത്തോടൊപ്പമാണെന്ന്, ആത്മീകരാണെന്ന്, ഭക്തരാണെന്ന്, വിശ്വാസികളാണെന്ന്. ഇതെങ്ങനെ ശരിയാകുന്നത്? കയ്യിലിരിക്കുന്നതെല്ലാം കൊള്ളരുതായ്മേ. എന്നിട്ട് അവർ പറയുക ദൈവത്തിൻ്റെ ജനമെന്ന്, ദൈവത്തോടൊപ്പമാണെന്ന്, ഭക്തരാണെന്ന്, ആത്മീകരാണെന്ന്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാണില്ലായിരിക്കാം. പക്ഷെ ഒത്തിരി ഭേദപ്പെട്ട മനുഷ്യരാണോ എന്ന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ആത്മീക പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നുണ്ട്, പരദൂഷണവും ഏഷണിയും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. പള്ളിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നുണ്ട്, മദ്യപാനം ഉപേക്ഷിക്കാൻ മടിയില്ല, മദ്യപാനം ഉപേക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വികലമായ ജീവിതം ചിലയിടങ്ങളിൽ നടത്തുന്നുണ്ട്. പങ്കാളിയുടെ മുന്നിൽ വിശ്വസ്തത നടിച്ചു നിൽക്കുന്നുണ്ട്, പങ്കാളിക്കപ്പുറം ചില വീടുകളിൽ മറ്റാരോ കടന്നു വരുന്നുണ്ട്. നാട്ടി മുഴുവൻ മാലാകയാണ്, വീട്ടിൽ വന്ന പിശാച. ഇതെങ്ങനെ ശരിയാകുന്നേ? നമ്മളെല്ലാവരും പറയുക നമ്മൾ ആത്മീകരാണെന്ന്, നമ്മൾ ഭക്തരാണെന്ന്, വിശ്വാസികളാണെന്ന്, ദൈവത്തോടൊപ്പമാണെന്ന്. എന്താ നമ്മുടെ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മിന്നി തിളങ്ങി നിൽക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ? പള്ളിയോട് നമ്മൾ അടുക്കുന്നുണ്ട്, ദൈവത്തോട് അകലുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും, ഒത്തിരി ആത്മീകമായിട്ട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്നാണ് ചിലപ്പോൾ അധമമായത് പുറത്തു വരുന്നത്. അതെങ്ങനെ പറ്റുന്നത്? പൊയ്മുഖം കൊണ്ട് ലോകത്തെ കളിപ്പിക്കാൻ പറ്റും, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുമോ? എന്താ നാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചില സമയത്ത് നമ്മുടെ പള്ളിക്കകത്താണെന്നും ദൈവത്തിൻ്റെ മുൻപിലാണെന്നും ഒരു ബോധമില്ലാതെ എന്ത് തരംതാണ വർത്താനം പറയുന്നത്. ആത്മീകരാണെന്നാണ് പറയുന്നത്, പക്ഷെ വായിൽ നിന്ന് വരുന്നത് അധമമായതാണ്. പുറമേ ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ട്, വികലമായി ഒരു മടിയില്ലാതെ ജീവിക്കുന്നു. ഇതെങ്ങനെ ശരിയാകുന്നത്? നമ്മെ നോക്കിയാണ് ദൈവം പറയുന്നത്, നീ എന്താ ഈ ചുട്ടുപഴുത്ത അപ്പക്കല്ലിന് സമം. നമ്മുടെ കർത്താവ് എത്ര കരുണാമയനായിരുന്നെന്നറിയാമോ? എല്ലാവരെയും ചേർത്ത് പിടിച്ചവനാണ്. എനിക്ക് തോന്നുന്നു ചുങ്കക്കാരനെയും വേശ്യ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ സൗഹൃദ വലയത്തിലാക്കിയവനാണ് കർത്താവ്. പക്ഷെ കർത്താവ് കലിതുള്ളിൽ നിന്ന് ആരുടെ മുൻപിലാണെന്നറിയാമോ? പരീശന്മാരുടെയും സദൂക്യരുടെയും മുൻപിൽ. എന്തോ ഒരു കഠിനപദമാണെന്നറിയാം അവരോട് പറഞ്ഞത്. നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളാണ്, സർപ്പസന്തതികളാണ്. വെള്ളതേച്ച ശവക്കല്ലറെന്ന് വെച്ചാൽ എന്താ? പുറമേ കുഴപ്പമില്ല, മിടുക്കര, ശാഖമേ ദുർഗന്ധം വമിക്കുന്നതുണ്ട്. വിഷസർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വിഷം ചീറ്റുന്ന തിന്മയുണ്ട്. പുറമേ ഭക്തരാണ്, ആത്മീകരാണ്, ദേവാലയത്തിലാണ്, കുർബാന അനുഭവിക്കുന്നുണ്ട്, വാചാപ്രാർത്ഥന അറിയാം, പ്രസംഗിക്കുന്നുണ്ട്, പള്ളിയുടെ നേതൃത്വത്തിലാണ്. ഇതൊക്കെ ലോകത്തെ കളിപ്പിക്കാനാ. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെയാണെന്ന് ഒന്ന് ആത്മ വിശകലനം ചെയ്യണം പ്രിയമുള്ളവരെ. ഇന്നിന്റെ കുഴപ്പം എന്നാണെന്നറിയോ? രണ്ട് കാര്യമാണ്. ഒന്ന്, പാപബോധം നമുക്കില്ല. ആർക്കാ പാപബോധം? നമ്മൾ ആരെങ്കിലും ദേവാലയത്തിൽ വന്നിട്ട് നമ്മുടെ ഇടറിപ്പോയ ജീവിതത്തെ പറ്റി കരയുന്നുണ്ടോ? നമ്മളിങ്ങനെ അങ്ങ് പോവുക. രണ്ട്, അതിനേക്കാൾ അപകടമാണ് ഇതെന്നറിയോ? ഡിമിനിഷിങ് ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം കുറഞ്ഞു കുറഞ്ഞു വരിക. ആർക്കാ ദൈവഭയമുള്ളത്? ദൈവത്തിന്റെ മുൻപിലാണെന്നും ദേവാലയത്തിനുള്ളിലാണെന്നും ഒരു ചിന്തയില്ലാതെ എന്തും പറയും. ചിലർ പറയത്തില്ല, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇതിവിടെ നടത്തത്തില്ല. സത്യനീതി അറിയാം. എന്തായാലും ഞാൻ പറഞ്ഞത് തന്നെ. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ചില ചേരിപ്പോരുകളൊക്കെ കാണുമ്പോഴത്തേക്ക് മടുപ്പ് തോന്നും. ഭക്തരാന്നാ പറയുന്നത്. ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് മുൻപുള്ള തുടർന്ന് വരുന്ന ആളിനെ അധിക്ഷേപിക്കാനും നാണം കെടുത്താനും ഒരു മടിയിൽ എന്തും പറയും. ആരുടെ കൂടെ കൂടും? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കാലത്തുമില്ലാത്ത വല്ലാത്ത പൊളിറ്റിക്സ് നമ്മുടെ പള്ളികളിൽ നടക്കുകയാണ്. രാഷ്ട്രീയം ഇതിനേക്കാൾ ഭേദമാണെന്ന് ചിലപ്പോൾ തോന്നും. എന്നിട്ട് നമ്മൾ പറയുക ഭക്തരാണ്, അയ്യോ പള്ളിക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്, ദേവാലയത്തിന് വേണ്ടിയാ കഷ്ടപ്പെടുന്നതെന്ന്. ദൈവം നമ്മെ കാണുന്നുണ്ട്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അന്തരീന്ദ്രിയങ്ങളെ കാണുന്നവൻ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളില്ലേ ഫ്രണ്ടിലിരിക്കുന്ന റോ, നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു പയ്യനെടുക്കൽ, അവൻ വല്ലപ്പോഴും ഒക്കെ പള്ളി വരുള്ളൂ. ഞാനോട് തമാശയായിട്ട് പറഞ്ഞിടാ, പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ, നീ ഒന്ന് വരണ്ടേ എന്നൊരു സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തിനാ പള്ളി വരുന്നത്, പൊതുയോഗത്തിലെ ചിലതൊക്കെ ഞങ്ങൾ കാണുന്നില്ലയോ എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ എന്താണെന്നറിയാം. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ഈ പള്ളി കുർബാന അനുഭവിക്കുന്നതല്ല അവർ ശ്രദ്ധിക്കുന്നത്.
നിങ്ങൾ ഈ പള്ളിക്ക് കൊടുക്കുന്നതുമല്ല, നിങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഗ്രാഫ് ഉണ്ട് ഓരോരുത്തരെ പറ്റിയും. ചിലപ്പം പറയത്തില്ലേ, നമ്മളെ പറ്റിയൊക്കെ പറയത്തില്ലേ, ചുമ്മാ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, ഒന്നും ഇല്ലെന്നേ. അത് മാത്രമല്ല, ചില അധമമായതുകൊണ്ടെന്ന് അവർക്കറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ പങ്കാളി മോണിറ്റർ ചെയ്യുന്നില്ലേ? ചിലപ്പോൾ പങ്കാളിക്ക് അപ്പുറമായിട്ട് ആരെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും രഹസ്യമായിട്ട് അങ്ങ് ചെയ്യുകയാണെന്ന്. നമ്മുടെ പങ്കാളിക്ക് അറിയാം. നമ്മുടെ പങ്കാളി നമ്മുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അറിയാം, അവിശ്വസ്തയാണെങ്കിൽ. പുറമേ വേഷം കെട്ടിയിട്ട് കാര്യമില്ല. എന്നെ കരയിപ്പിച്ച ഒരു സംഭവമുണ്ട്. എൻ്റെ ഇളയ മകള് 6 വയസ്സുള്ളപ്പോഴേ ഞാനും എൻ്റെ ഭാര്യയും കൂടെ തർക്കിച്ചു. എന്തോ കാര്യത്തിന് ഞാൻ ശബ്ദമുയർത്തി. എൻ്റെ ഇളയ മകളല്ല, മൂത്ത മകൾ. അവളെന്നെ ദയനീയമായിട്ടൊരു നോട്ടം നോക്കിയതിൻ്റെ അർത്ഥം എന്താ എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടി. അവൾ പറഞ്ഞത് ഇങ്ങനെ, മനസ്സിലോർത്ത് ഇങ്ങനെ ആയിരിക്കാം, അച്ഛനാന്നാ പറയുന്നേ, പള്ളി കുർബാന ഇല്ലെന്ന ആളാന്നാ പറയുന്നത്, പ്രസംഗിക്കുന്ന ആളാന്നാ പറയുന്നത്. ഈ മനുഷ്യൻ എൻ്റെ അമ്മയോടൊന്ന് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ കൊച്ചിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ അവിടെയൊക്കെ പറഞ്ഞു, അവളെ ഇനി ഒരിക്കലും അപ്പോഴേ ഇതിങ്ങനെ ഉണ്ടാകില്ല. എൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു, എടി നമുക്ക് വഴക്ക് എപ്പോഴെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരില്ലാത്ത സമയത്ത് നമുക്ക് വഴക്കിടാമെന്ന്. ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. എൻ്റെ ഇളയ മകള് കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് ഒരു സംഭവം കൂടെ ഞാൻ പറയട്ടെ. ഇളയ മകൾ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് അവളെ കാണാൻ ഞാനും എൻ്റെ വൈഫോട് പോയി. തിരിച്ചു വരുന്ന സമയം നട്ടുച്ച സമയമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉച്ചയല്ലേ, നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഉച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇച്ചിരി 2 പേര് ഭക്ഷണം കഴിക്കുകയുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേറ്റ് ഭക്ഷണം മേടിച്ച് 2ആയിട്ട് ഷെയർ ചെയ്യും. അവൾ പറഞ്ഞു അത് മതി, ഞാനും വേസ്റ്റ് ആക്കുമല്ലോ അല്ലെങ്കിൽ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി 1 പ്ലേറ്റ് ഭക്ഷണം ഓർഡർ ചെയ്തു. 2 പ്ലേറ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോഴേ വെയിറ്റർ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി, എന്തൊരു മനുഷ്യരെന്ന മട്ടിൽ. ഞങ്ങൾ 1 പ്ലേറ്റ് ഭക്ഷണം മേടിച്ച് 2ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ടേബിളിൽ 4 പേരുണ്ട്. അവർ ഞങ്ങളിങ്ങനെ നോക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് അവരെ പിടികിട്ടിയേയില്ല. ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എടി അവരെ നിനക്ക് പിടികിട്ടി? അവർ നമ്മളെ നോക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുമില്ല. അവൾ പറഞ്ഞു എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അവൾ പറഞ്ഞു പിന്നെ നമ്മളെ നോക്കി എന്തിനാ ഈ സംസാരിക്കുന്നത്? ഏതായാലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. 1 പ്ലേറ്റ് ആണല്ലോ, 2 പേരൂടെ കഴിച്ചു കൊണ്ട് അല്പം പോലും അധികമില്ലായിരുന്നു. വെയിറ്റിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞു ബില്ലിങ് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹൗളിങ് ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിലതൊക്കെ കിട്ടുന്നില്ല ഇല്ലേ, മൈക്കിൻ്റെ വോളിയത്തിൻ്റെ. അപ്പം ഞാൻ അവരുടെ അടുക്ക് പറഞ്ഞു ബില്ലിങ് തരാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റർ പറഞ്ഞു അച്ഛൻ്റെ ബില്ല് ഓൾറെഡി പേ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പേ ചെയ്തു? അപ്പുറത്തെ ടേബിളിൽ ഇരുന്നവർ അച്ഛൻ്റെ ബില്ലൂടെ കൊടുത്തെന്ന് പറഞ്ഞു. എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഒരു പരിചയമില്ലാത്തവരെൻ്റെ ഹോട്ടൽ ബില്ല് കൊടുക്കുക. എന്നാൽ വളരെ വിനയത്തോടെ ഞാൻ അവരുടെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഹോട്ടലിലെ ബില്ലിങ് ഇതാ, ഞാനും കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഞങ്ങളത് കൊടുത്തു കഴിഞ്ഞ് ഇനി എന്നെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒരു പരിചയമില്ലല്ലോ. അപ്പോൾ അവരും പറഞ്ഞു അച്ഛനെയും ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? അവർ പറഞ്ഞു ഞങ്ങൾ വിദേശത്തു നിന്ന് വന്നവരാണ്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ അപ്പുറത്തെ ടേബിളിൽ ഒരു അച്ഛൻ വന്നിരുന്നു. അച്ഛൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ഞങ്ങൾക്കൊരു സന്തോഷം തോന്നി, അവരുടെയും നിങ്ങളുടെയും കൂടെ കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അതിനച്ചിട്ട് ഇത്ര പരിഭവിക്കേണ്ട കാര്യം എന്താ? ഇത്രയ്ക്ക് രൂപയല്ലേ ഉള്ളൂ. ഞാൻ അവരോട് സൗഹൃദമൊക്കെ പങ്കിട്ടു, പരിചയപ്പെട്ടു, വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്സ്റ്റെയറിലായിരുന്നു. താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെടുക്കെ പറഞ്ഞു ഇടി എന്നാലും ഒരു ഗോൾഡൻ ചാൻസാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത്. നമുക്ക് 2 പേർക്കും ഓരോന്ന് മേടിക്കായിരുന്നു, ഒരു 5-6 പാഴ്സലും മേടിക്കായിരുന്നു. വൈകിട്ട് വീട്ടിൽ ചെന്ന് അത് കഴിക്കായിരുന്നു, ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി പിറ്റേ ദിവസവും കഴിക്കായിരുന്നു. അപ്പം അവൾ എൻ്റെ അടുക്ക പറഞ്ഞു അവർ മേടിച്ചു തരാൻ കാര്യം എന്താണെന്നറിയാമോ? എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മേടിച്ചു തരാൻ കാര്യം എന്താണെന്നറിയാമോ? അവർ നോക്കിയപ്പോഴത്തേക്ക് ഒരു ദരിദ്രവാസി അച്ഛൻ 1 പ്ലേറ്റ് ഭക്ഷണം മേടിച്ചിട്ട് 2ആയിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ട് എന്നോടൊരു സഹതാപം തോന്നി മേടിച്ചു തന്നായിരിക്കാവുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, എന്നെ അതൊന്നുമല്ല സ്പർശിച്ചത്. എന്നെ ഒരു പരിചയമില്ലാത്തവർ ഞാൻ ആ ഹോട്ടലിൽ കയറുന്ന സമയം മുതൽ എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭാര്യയെടുക്ക് പറഞ്ഞിട്ട് ഞാൻ എവിടെല്ലാവാ പോകുന്നത്, എവിടെല്ലാവാ നിൽക്കുന്നത്? സമൂഹം എന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നില്ലേ? നമ്മൾ വിചാരിക്കും നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങളെപ്പറ്റി ഒരു ഇമേജ് ഉണ്ട്. അത് പുറമേയുള്ള ഇമേജ് അല്ല, നിങ്ങളുടെ വേഷം കെട്ടലല്ല, കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതോ കുർബാന അനുഭവിക്കുന്നതോ ഈ ആത്മീയ കൂട്ടത്തിൽ പ്രസംഗിക്കുന്നതോ വാചാപ്രാർത്ഥന നടത്തുന്നതോ പള്ളിക്ക് നേർച്ച കൊടുക്കുന്നതോ അല്ല. അല്ലാതൊരു ഇമേജ് ഉണ്ട്. നിങ്ങളുടെ ഉള്ളെന്താണെന്ന് അവർക്കറിയാം. പ്രിയമുള്ളവരെ, ദൈവം മാത്രമല്ല, ലോകവും മോണിറ്റർ ചെയ്യുന്നുണ്ട്. തമ്പുരാനെ പുറമെ ഇങ്ങനെ വെട്ടിത്തിളങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്, അകമേ ചില തിന്മകളുണ്ട്.
ഇവിടെ ഒരു വാക്യമുണ്ട് 9:16, എഫ്രൈമിന് പുഴുക്കുത്തു വന്നിരിക്കുന്നു, അതിൻ്റെ വേര് ഉണങ്ങിപ്പോയി. എത്ര ഭംഗിയുള്ള കൊമ്പുണ്ടേലും, എത്ര നല്ല ഇലകളുണ്ടേലും, പൂക്കളുണ്ടേലും വേരുണങ്ങിപ്പോയ അടപടലം താഴെ വീഴും. രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകളുണ്ടോ? ഈ കൂടിവരവ് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയോ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ, വീട് പണിയാനോ, ജോലി കിട്ടാനോ ഒന്നുമല്ല. അത് വേണ്ടെന്നല്ല പറയുന്നത്. അതിനപ്പുറം കുറച്ചുകൂടെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടണം. അകവും പുറവും ഒരുപോലാകണം. നമുക്ക് ചില വീടുകളിൽ ചെന്നാൽ കണ്ടില്ലേ, പുറമെല്ലാം ഭംഗിയായിരിക്കും, അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്. അകവും പുറവും ഒരുപോലാകണം. സ്ത്രീകളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അറിയാമോ? ഡീപ്പ് ക്ലീനിങ്. നിങ്ങൾ സ്ത്രീകളോടെ ഞാൻ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വീട് വൃത്തിയാക്കിയാലും വീണ്ടും എവിടെയെങ്കിലും പൊടി അഴുക്കും കാണും. എന്നാൽ ഇപ്പോഴും ഇച്ചിരി പൈസ കൊടുത്താൽ മതി, 2-3 ദിവസം കൊണ്ട് ഒരു ഗ്രൂപ്പിങ് വരും, വീട് മുഴുവൻ ക്ലീൻ ചെയ്യും, ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യും. അനിക്സ്പ്രേയുടെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് മുഴുവൻ ക്ലീൻ ചെയ്യും. ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഒരു ഡീപ്പ് ക്ലീനിങ് അനിവാര്യമാണ്. എത്ര നാളായിട്ട് ഇങ്ങനെ നടക്കുക നമ്മൾ? പല വേസ്റ്റും കിടപ്പുണ്ട്, ദുർഗന്ധം വമിക്കുന്നതുണ്ട്, വിഷമുള്ളതുണ്ട്. പുറംപകിട്ടിൽ ഇങ്ങനെ അങ്ങ് ജീവിക്കുക. എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് അകവും പുറവും ഒരുപോലാക്കാനുള്ളൊരു നിമിഷം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. 3-ാമത്തെ ഡിവിഷൻ പറയാൻ എനിക്ക് സമയമില്ല, കാരണം എൻ്റെ സമയപരിമിതി കൊണ്ട് ഞാൻ അടുത്ത ഡിവിഷനിലേക്ക് കടക്കുകയാണ്. 4-ാമത്തേത്. 3-ാമത്തേത് 7:8 എഫ്രൈം മറിച്ചിടാത്ത ദോശ. അതിനെപ്പറ്റി മതി അത് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ പ്രധാനമുള്ള സമയപരിമിതി കൊണ്ട് അടുത്തത് 7:11 എഫ്രൈം ബുദ്ധിയില്ലാത്ത, അടുത്ത് വായിച്ചോ, അവർ മിസ്രൈമിനെ വിളിക്കുകയും അശൂറിലേക്ക് പോവുകയും ചെയ്യുന്നു. എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, സില്ലി സെൻസ്ലെസ് ഡോവ്. പ്രാവ് അതെന്തിൻ്റെ പ്രതീകമാണ്? നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. സിംബൽ ഓഫ് ഇന്നസെൻസ്. നിഷ്കളങ്കരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമോ? ട്രാപ്പി വീഴാൻ സാധ്യതയുണ്ട്. പ്രാവിന് കെണി വീഴ്ത്താൻ എളുപ്പമാണ്. ഇച്ചിരി ധാന്യം ഇട്ടിട്ട് ഒരു കെണിയും വെച്ചിട്ട് മാറിയിരുന്നാൽ മതി, ധാന്യം തിന്നും, കെണി വന്ന് കയറും. ഇത് പ്രാവിൻ്റെ ഒരു കുഴപ്പമാണ്, നിഷ്കളങ്കമാണ്. മുൻപിലുള്ള കെണിയൊന്നും പ്രാവിന് അറിയില്ല. ഇസ്രയേലെ പറ്റി പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു 2 ശത്രു രാജ്യങ്ങളെ ഇസ്രയേൽ സഖ്യരാജ്യമാക്കിയെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? അസീറിയയും ഈജിപ്തും. അസീറിയ തന്ത്രശാലികൾ തന്നെയായിരുന്നു. അവർ ടാക്സ് മേടിച്ചിട്ടാണ് ശത്രുരാജ്യമായ സീറിയ മിത്രരാജ്യമായിട്ട് മാറിയത്. പക്ഷെ അവരുടെ മുൻപിലുള്ള ലക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയും ഇസ്രയേലിനെ കീഴ്പ്പെടുത്തണം. പുറമേ സ്നേഹം ഭാവിച്ച് അവരെ വശീകരിച്ച് അവരോട് ചേർന്ന് നിന്നിട്ട് അകമേ അവരെ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു. എന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് അസീറിയ ഇസ്രയേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രയേൽ ഞെട്ടിപ്പോവുകയാണ്. ടാക്സ് കൊടുത്തിട്ട് സഖ്യമുണ്ടാക്കിയ ഒരു കക്ഷിയാണ് അസീറിയ. അവരാക്രമിച്ചിരിക്കുന്നു, ഞെട്ടിപ്പോകുന്നു. പിന്നെന്താ ഇസ്രയേൽ ചെയ്യേണ്ടത്? മറ്റൊരു സഖ്യരാജ്യത്തെ വിളിക്കുന്നു, മിസ്രൈമിനെ വിളിക്കുന്നു. അവർ ശ്രദ്ധിക്കുന്നതേയില്ല. അസീറിയ എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രയേലിനെ മുഴുവനും തകർത്തിട്ട് അവിടെയുള്ള കൗമാരക്കാരെയും യൗവനക്കാരെയും ചരിത്രം നിങ്ങൾ പരിശോധിക്കുക, അവരെ അടിമകളാക്കിയിട്ട് ചങ്ങലയിട്ടിട്ട് അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നു. ചരിത്രം പരിശോധിച്ച് നോക്ക്. അസീറിയയിലേക്ക് പോയ ഇസ്രയേലിലെ കൗമാരക്കാരും യൗവനക്കാരും പിന്നീട് സ്വന്തം ദേശം കണ്ടിട്ടുമില്ല. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇസ്രയേൽ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, അവർ മിസ്രൈമിനെ വിളിക്കുകയും അശൂറിലേക്ക് പോവുകയും അശൂറിലേക്ക് അടിമകളായി പോവുകയും ചെയ്യുന്നു എന്നതാണ് അവിടെ പറയുന്നത്. എനിക്കിത് പറയാനുള്ളത് ആരോടാണെന്നറിയാമോ? നമ്മുടെ ചില കൗമാരക്കാരെ പറ്റിയാണ്, നമ്മുടെ ചില യൗവനക്കാരെ പറ്റിയാണ്. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് കണക്ക് ജീവിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, ചില കൗമാരക്കാരുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കെണികളായി പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിരിക്കും, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്നും ചുവടെങ്ങനെ വെക്കണമെന്നും ചില കുഞ്ഞുങ്ങൾ മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഓർത്തോണം, ഇതത്ര നല്ല കാലമല്ല. കാലം കെട്ട കാലവും നിങ്ങൾ കേട്ടിട്ടില്ലേ? കാലത്തിന് വെളിച്ചമില്ലാതാകുകയാണെങ്കിൽ എന്താണെന്നറിയാമോ? വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഈ ആധുനിക അസീറികളേറെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വശീകരിച്ച് സ്നേഹിച്ച് പ്രലോഭിപ്പിച്ച് അവരുടെ വരുതിയിലാക്കി തകർക്കാൻ ശ്രമിക്കുന്നവർ. നിങ്ങൾ ഓർത്തോണം, ഒരു കുടുംബത്തെ തകർക്കണമെങ്കിൽ, ഒരു സമൂഹത്തെ തകർക്കണമെങ്കിൽ അവിടെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന ആരുടെ നേരെ പ്രവർത്തിക്കുമെന്നുള്ളതാണെന്നറിയാമോ? നമ്മുടെ കൗമാരക്കാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ പ്രവർത്തിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം. ഇന്ന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത ജനറേഷനെ പറ്റിയാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ അത്ര കൗശലക്കാരല്ലാത്തതുകൊണ്ട്, നിഷ്കളങ്കരായതുകൊണ്ട് ചില സമയത്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ട്രാപ്പിൽ വീഴുന്നുണ്ട്. വീണ ഓർത്തോണം, തിരിച്ചു വരെ വളരെ പ്രയാസമാണ്. ഞാൻ 1, 2, 3 സംഭവങ്ങൾ പറയാം. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ മനസ്സിലിങ്ങനെ നെഞ്ചിലിങ്ങനെ കൊള്ളും ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ. ഒന്ന്, തൊടുപുഴയിൽ അക്ഷയ എന്നൊരു പെൺകുട്ടിയാണ്. MDMA ആയിട്ട് അവൾ പിടിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ടതിന് ശേഷം പോലീസ് അവളെ കൊണ്ടുപോയപ്പോൾ അവൾ കരഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സാധാരണ ഒരു ക്രിമിനലിൻ്റെ ഭാവം ഒന്നുമല്ലായിരുന്നു അവൾക്ക്. അവളിങ്ങനെ ഞെട്ടിക്കരയുകയാണ്, ചിലപ്പം ഭ്രാന്തമായിട്ട് നിലവിളിക്കുക. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവൾ ഒരു മയക്കുമരുന്ന് ലോബിയുടെ ക്യാരിയറാണെന്ന്? ഒരിക്കലുമല്ല. അവൾ റിമാൻഡിലായ സമയത്ത് അപ്പനും അമ്മയും അവളെ കാണാൻ വന്നു. എന്തോ ഒരു നിലവിളിയാണെന്നറിയാവോ, എന്തോ ഒരു കരച്ചിലാണെന്നറിയാവോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവൾ ഇനി എത്ര കരഞ്ഞാലും എത്ര നിലവിളിച്ചാലും അവൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് ഇനി വരാൻ പറ്റുമെന്ന്? ഒരിക്കലും പറ്റില്ല. ഇനിയാണ് അവളെപ്പറ്റി കൂടുതൽ അറിയേണ്ടത്. അവൾ പഠിച്ച സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റാണ്. സോഷ്യോളജിക്ക് 85% മാർക്ക് മേടിച്ചാണ് അവൾ ബിരുദം നേടിയത്. നന്നായിട്ട് പഠിക്കുമെന്ന് മാത്രമല്ല, അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യും, നന്നായിട്ട് പാടും. പോയില്ലേ ജീവിതം? കാര്യം എന്താ? അതും നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചില്ലേ? അവൾക്ക് ഒരു ചെറുപ്പക്കാരനോടൊരു അടുപ്പമുണ്ടായി. അവൻ പറഞ്ഞതും അവൻ കൊടുത്തതും എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ അവളത് ചേർത്ത് വെച്ചു. മാരകമായ മയക്കുമരുന്നാണ് തൻ്റെ കയ്യിലുള്ളത് എന്ന് ഈ മിടുക്കി പെൺകുട്ടിക്ക് അറിയാതെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയോണോ? അവൾക്കിനിയും എത്ര അനുതാപമുണ്ടായാലും, തെറ്റിനെ പറ്റി എത്ര ബോധ്യമുണ്ടായാലും, ആരോടൊക്കെ മാപ്പ് അപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് ഇനി അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? പോയത് അവൾക്ക് മാത്രം, അവളുടെ മാതാപിതാക്കൾക്ക് മാത്രം. അതിനേക്കാളും ഭയപ്പെടുത്തുന്നതല്ലേ, ഭാരതത്തിൽ 23.5 വയസ്സിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് മേഘനയാണോ അവളുടെ പേര്, ഞാനങ്ങ് മറന്നുപോയി, മേഘയാണെന്ന് തോന്നുന്നു. 23.5 വയസ്സിൽ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായി. അത്ര മിടുക്കി, ബ്രില്യൻറ്റ്. നിങ്ങളിപ്പം വായിച്ചതല്ലേ ഉള്ളൂ. അവൾ ഡെപ്യൂട്ടേഷനിൽ 24 വയസ്സിൽ ഡെപ്യൂട്ടേഷനിൽ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിട്ട് മാറി. അവളുടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഒരു ഫോൺ കോൾ വന്നു. കുറേ നേരം സംസാരിച്ചു. അവൾ ഒത്തിരി ടെൻസ്ഡായി. അവൾ ചെയ്ത എന്താണെന്നറിയാമോ? പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുൻപിൽ, പാളത്തിൻ്റെ മുൻപിൽ തലവെച്ചു കൊടുത്തു. അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അവളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴത്തേക്ക് എന്തു ശമ്പളം കിട്ടുന്നൊരു പങ്കുവച്ചാണെന്നറിയാവോ? 1000-ൽ പരം രൂപ മാത്രം. കൂടുതൽ പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പയ്യൻ തന്ത്രപൂർവ്വം അവളുടെ പൈസ എല്ലാം ഇങ്ങനെ അവളിൽ നിന്ന് മേടിച്ചെടുക്കുകയായിരുന്നു. അയാൾ അവളെ അതുപോലെ സ്നേഹിക്കുന്നെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സമയത്തെങ്ങാണ്ട് അവന് വേറൊരു ഇഷ്ടമോ വേറൊരു കാര്യമോ എങ്ങാണ്ട് പറഞ്ഞു, അതിവളെ വേദനിപ്പിച്ചു. ജീവിതം പോയില്ലേ? ഈ 2 ഇൻസിഡൻറ്റിലും ഓർത്തോണം, അവിടെയുള്ള ആ 2 ചെറുപ്പക്കാർ അവർ വേറെ ആളിനെ തേടി പോവുക, അടുത്തിരയെ നോക്കി പോവുക. ലഹരി. ഇപ്പോഴത്തെ പത്രങ്ങൾ വായിക്കുന്ന വാർത്തകൾ എന്താണെന്നറിയാം? പണ്ടത്തെ വാർത്തകളല്ല, എല്ലാം കെണികളാണ്, ട്രാപ്പാ. ഹണി ട്രാപ്പ്, മണി ട്രാപ്പ്, ഡ്രഗ്സ് ട്രാപ്പ്, കൊട്ടേഷൻ സംഘങ്ങൾ. അതെല്ലാം കെണി. അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. ഒന്നാലോചിച്ച് നോക്കിയ, ലഹരി ട്രാപ്പിൽ ഒരു റീഹാബിലിറ്റേഷൻ്റെ സാധ്യത അല്പമെങ്കിലും ഉണ്ടായാൽ പോലും ഒരു ഹണി ട്രാപ്പിൽ, പ്രണയ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങൾ ഫസ്റ്റ് റോയിൽ ഇരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണ്ടത്തെ മരം ചുറ്റി പ്രേമമൊന്നുമല്ല ഇന്നത്. ചിലതൊക്കെ ട്രാപ്പാ, മനസ്സിലാകണം. അപ്പയമ്മയേക്കാൾ കൂടുതൽ ആരെങ്കിലും സ്നേഹം കാണിക്കുന്നെങ്കിൽ അത് കപടമാണെന്ന് തിരിച്ചറിയണം. നിങ്ങളെ സ്നേഹിക്കുന്ന ആരാ? അപ്പയമ്മയോളോ? അതിനപ്പുറം ആരാ? ഈ 2 സംഭവത്തിലും മാതാപിതാക്കൾ നെഞ്ചുപൊട്ടിക്കരയുകയാണ്. ഒരു പെൺകുട്ടി ഇപ്പോഴും ഉണ്ട്, പക്ഷേ അവളെ ഓർത്ത് തീരാ ദുഃഖത്തിൽ. മറ്റൊരു കേസിൽ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു, അവളെ ഓർത്ത്. ഇത്രയും ഇടുക്കി ഒരു കൊച്ച്. വേറൊരു സംഭവം, ഞാനിത് പറയുന്നത് നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകാനാ. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു തിരോധാന കേസ്. തിരുവനന്തപുരം ആറ്റുകാലിലെ ബിന്ദു എന്ന അമ്മയുടെ ഏകമകൾ നിമിഷ കാസർഗോഡ് ദന്തൽ കോളേജിൽ
മിടുക്കിയായ വിദ്യാർത്ഥിനി. പഠനത്തിൻ്റെ കാലയളവിൽ അവൾക്കൊരു പ്രണയമുണ്ടാകുന്നു. അതിനുവേണ്ടി അവൾ മതം മാറുന്നു, അയാളെ വിവാഹം കഴിക്കുന്നു. അവസാനം അവൾ അവനോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് ചാവേറാകാൻ പോകുന്നു. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു. തൻ്റെ മകൾ കാണാതായതാണ് അമ്മ അറിഞ്ഞത്. ഒരു സുപ്രഭാതത്തിൽ അമ്മ കേട്ട വാർത്ത 6 വർഷങ്ങൾക്ക് ശേഷം കേട്ട വാർത്ത ഏതാണെന്നറിയാവോ? തൻ്റെ മകൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നു എന്ന് ഒരമ്മ കേൾക്കേണ്ട വാർത്തയാണ്. പിച്ച വെച്ച നാൾ മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും താങ്ങായി തണലായി നിന്ന മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ എങ്ങനെ പോകാൻ പറ്റും? ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും 3 നേരം വെച്ചായിരുന്നു ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൾക്കൊരു പ്രണയമുണ്ടായെന്നോ, അതിനുവേണ്ടി അവൾ മതം മാറിയെന്നോ, അയാളെ നിക്കാഹ് കഴിച്ചെന്നോ, അയാളോടൊപ്പം ഞാൻ അവസാനമായി വിളിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം അയാളോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ മക്കൾക്ക് എന്താ ഇങ്ങനെ പറ്റുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർത്തോണം, മാതാപിതാക്കൾക്ക് അപ്പുറമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തിലില്ല. അത് ഒരുപക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാകുന്നത് അപ്പനും അമ്മയാകുമ്പോൾ മാത്രമാണ്. ആ സമയത്തേ മനസ്സിലാകുള്ളൂ. പെങ്കൊച്ചുങ്ങളോട്, എനിക്ക് 2 പെങ്കൊച്ചുങ്ങളാണ്, ഞാൻ അവർക്ക് കൊടുക്കുന്ന എപ്പോഴും ഒരു ഉപദേശമുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്: നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരിക്കണം. അമ്മ അറിയാത്തതൊന്നും ജീവിതത്തിൽ കാണരുത്. അഥവാ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ചുവട് വഴുതാനുള്ള സാധ്യതയാണ് അത് കാണിച്ചു തരുന്നത്. കണ്ണ് നിറഞ്ഞ് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയത്തില്ല, പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മാതാപിതാക്കളാണ്. എൻ്റെ അടുക്കൽ ഒരു പേരൻസ് പറഞ്ഞ ഒരു അനുഭവമാണ്. അവരുടെ മകൾ 18 വയസ്സ് പോലും തികഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടം. ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഒരു തരത്തിലും. പരമാവധി അവളെ തിരിച്ചു വരുത്താനൊക്കെ ശ്രമിച്ചു, പറ്റിയില്ല. അപ്പനും അമ്മയും നന്നേ ദേഷ്യപ്പെട്ടു. ബാക്കി പത്രം എന്താണെന്നറിയാവോ? അവൾ അപ്പനോടും അമ്മയോടും മിണ്ടില്ല. കോളേജിൽ പോവും, രാവിലെ പോവും, തിരിച്ചു വരും, മേശപ്പുറത്ത് വല്ലതും കൊണ്ടേ കഴിക്കും, മുറിക്കകത്ത് കയറും, കഥ കുറ്റിയിടും. രാവിലെ എങ്ങനെയാണ്? രാവിലെ മുറി തുറന്നിറങ്ങും, വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കും, കോളേജിൽ പോവും, തിരിച്ചു വരും. അപ്പനോടും അമ്മയോട് ഒരു വാക്കും മിണ്ടില്ല. ഒത്തിരി വേദനിച്ച പേരൻസ് എൻ്റെ അടുക്ക് പറഞ്ഞ, അച്ഛനൊന്ന് സംസാരിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ. ഞാൻ അവളോട് സംസാരിച്ചു. ഒരു മണിക്കൂർ, 1.5 മണിക്കൂറുള്ള സംസാരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണൊന്ന് നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട കാര്യവും ഒക്കെ പറയും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കണ്ണ് നനയും, അവളുടെ കണ്ണ് നനഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ, ഒരു കാര്യം ഇപ്പം നീ അങ്ങ് ചിന്തിക്കുക. ഇപ്പം നിൻ്റെ പഠിക്കാനുള്ള സമയം, നീ അങ്ങ് പഠിക്കുക. അപ്പനും അമ്മയും നിൻ്റെ ഏറ്റവും നല്ലത് നിനക്ക് ചെയ്തു തരത്തുള്ളൂ. നിനക്ക് ഇതാ ഇഷ്ടമെങ്കിൽ അപ്പനും അമ്മയും ചെയ്തു തരും. പക്ഷെ ഇപ്പോഴിതിനെ പറ്റി അങ്ങ് മറക്ക്. അപ്പോൾ ഒരു പ്രായമാകട്ടെ, പക്ഷെ നീ ആദ്യം ഒരു കാര്യം ചെയ്യും, അപ്പനോടും അമ്മയോടൊന്ന് സംസാരിക്കുന്നേ. 18 വയസ്സ് തികഞ്ഞില്ലെന്ന് ഓർത്തോണം. അവൾ എൻ്റെ അടുക്ക പറഞ്ഞത്, അച്ഛൻ പറഞ്ഞു ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നോളാം, പക്ഷെ അപ്പനോടും അമ്മയോടും സംസാരിക്കാനില്ല. അത് ശരിയാകത്തില്ല അച്ഛാ, പിന്നെ ഇവിടെ ബഹളമായിരിക്കുമോ? 18 വയസ്സ് തികയാത്ത പെങ്കൊച്ച് പറയുക, അപ്പനോടും അമ്മയോട് സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന്. ഞാൻ കൊച്ചിൻ്റെ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. അപ്പനോടും അമ്മയോടും സംസാരിച്ചത് ശരിയാകത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞാലാണോ പിന്നെ ശരിയാകുന്നത്? എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനാകുന്നത്? കണ്ണ് നിറഞ്ഞ് പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ഈ സമയം എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റാണ്. നിങ്ങൾ ചെവിക്ക് നുള്ളിക്കൂ. ഒരു ചുവട് വഴുതിയാൽ ഒരു 10,000 ചുവട് തിരിച്ചു നടന്നാലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാസർഗോഡ് നിമിഷയോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അക്ഷയ എന്നൊരു പെൺകുട്ടിയോട് ചോദിച്ചാൽ മതി. എനിക്കറിയത്തില്ല, ഇത് വിവാഹ സങ്കല്പം പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങ് മാറി തുടങ്ങിയിരിക്കുക. പണ്ട് ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും ആയിരുന്നു. ഇപ്പം ലിവിങ് ടുഗദറാണ്. മക്കളുണ്ടാകാൻ കല്യാണം കഴിക്കണം, ഒരുമിച്ച് ജീവിച്ച മക്കളുണ്ടാകുമെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത്. പള്ളി വെച്ച് കല്യാണം വേണ്ട, വേറെ ഒരിടത്തും വെച്ചും വേണ്ട എന്നാണ് പറയുന്നത്. ലിവിങ് ടുഗദർ മാറി ലിവിങ് ഫ്രണ്ട്ലി ആയി. മക്കൾ വേണ്ട, ഒരുമിച്ചങ്ങ് ജീവിക്കാമെന്ന്. അതും മാറി ലിവിങ് എലോൺ, ഒറ്റയ്ക്ക് ജീവിച്ചോളാമെന്ന്. എത്ര പെങ്കൊച്ചുങ്ങളാണ് ഇന്ന് കല്യാണം വേണ്ടെന്ന് പറയുന്നത്? എത്ര ആൺകൊച്ചുങ്ങളാണ് കല്യാണം വേണ്ടെന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ. അവർക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്രയേലേ, നീ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിഷ്കളങ്കരായിരിക്കും, പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ ലോകം അത്ര നല്ലതല്ല. അതിര് കടന്ന് ആരെങ്കിലും സ്നേഹിച്ചാലോ, നമ്മൾ വശീകരണത്തിൻ്റെ വല വിതറിയാലോ, അത് മനസ്സിലാകാനുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം.
അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അവസാനത്തെ ഒരു ഭാഗവും കൂടെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 7:16 മതി. അവർ തിരിയുന്നു മേലോട്ടല്ല താൻ, അവർ വഞ്ചനയുള്ള വില്ല്. യു ആർ ലൈക്ക് ഡിസൈറ്റ്ഫുൾ ബോ. വഞ്ചനയുള്ള വില്ല്. വഞ്ചനയുള്ള വില്ലിനൊരു കുഴപ്പമുണ്ട്, അതിൽ നിന്ന് പായുന്ന അസ്ത്രങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോവും. അവർ തിരിയുന്നു മേലോട്ടല്ല താനും. അതിന് മറ്റൊരു വേർഷനിൽ ഇങ്ങനെ പറയുന്നത്, അവർ തിരിയുന്നു അത്യുന്നതങ്ങളിലേക്കല്ല താനും, അവർ വഞ്ചനയുള്ള വില്ല്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, മാതാപിതാക്കളായ നമ്മളെപ്പറ്റി പറയുന്നത് അത്. നമ്മൾ തിരിയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അയ്യോ, ജീവിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്, പക്ഷേ മേലോട്ടല്ല. വീണ്ടും പറയുകയാണ്, വഞ്ചനയുള്ള വില്ല്. വഞ്ചനയുള്ള വില്ലിനൊരു കുഴപ്പമുണ്ട്, അതിൽ നിന്ന് പായുന്ന അസ്ത്രങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോകും. 127 സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മെപ്പറ്റിയാണ് പറയുന്നത്, വഞ്ചനയുള്ള വില്ല. ഇത്രയേ ഉള്ളൂ അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാണെങ്കിൽ മാതാപിതാക്കൾ നന്നാകണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? നല്ല മാതാപിതാക്കളാകുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മുൻപിൽ പ്രലോഭനങ്ങളുണ്ട്. വശീകരിക്കാൻ വരുന്നവർ കാണുമായിരിക്കാം, അവരെ സമ്മർദ്ദത്തിലാക്കാൻ വരുന്നവർ കാണുമായിരിക്കാം. പക്ഷെ അവർക്ക് പറയാനിടയാകണം, എന്തുണ്ടായാലും തുറന്നു പറയാനുള്ളൊരിടമാണ് ഞങ്ങളുടെ വീടെന്ന് പറയാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു പറയുവാനുള്ളൊരിടമായിട്ട് നമ്മുടെ വീടുകൾ മാറുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം നമ്മൾ പറയുക, കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സ് തുറന്നൊന്ന് പറയാൻ തക്കവണ്ണുള്ള ഇടമായിട്ട് നമ്മുടെ വീടുകൾ മാറിയില്ലെങ്കിലോ? ഒടുങ്ങാത്ത കലഹവും ബഹളവുമാണ്. അപ്പനും തിരക്ക്, അമ്മയ്ക്കും തിരക്ക്. മക്കളെ ശ്രദ്ധിക്കുന്നില്ല. അവരിഷ്ടമുള്ളവരുടെ കൂടെ പോയില്ലേ? ആവശ്യമില്ലാത്ത സൗഹൃദത്തിൽ അവർ വീഴില്ലേ? നമ്മുടെ കുടുംബമായിരിക്കണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് പറയാനിടയാകണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യർ എൻ്റെ അപ്പയാണ്, അമ്മയാണെന്ന് പറയാനിടയാകണം. എൻ്റെ അടുക്കൽ ഒരു 19 വയസ്സുകാരൻ, ഞാൻ പലയിടത്തും അത് പറയുന്നതാണ്. അവൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൂട്ടുകാർ മിക്കവാറും കള്ളു കുടിക്കുന്നവരായിരുന്നു. അച്ഛൻ അറിയണോ, ഞാൻ ഒരു തുള്ളി കള്ളു കുടിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവരെന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ എൻ്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന മുഖം എൻ്റെ അമ്മയുടെ മുഖമാണ്. അച്ഛാ, അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ അപ്പൻ്റെ മുഖമാണ്. എനിക്ക് വേണ്ടി ജീവിച്ച ഒരപ്പയാണ്. അച്ഛാ, എനിക്ക് കുടിക്കാൻ പറ്റുമോ? ഒരു കൗമാരക്കാരൻ്റെ മുൻപിൽ നമ്മളിങ്ങനെ നിൽക്കുക, കോരിത്തിരിച്ച് നിൽക്കുക. അവൻ്റെ നിലപാട്, അച്ഛാ, എനിക്ക് മദ്യപിക്കാൻ പറ്റില്ല അച്ഛാ. എൻ്റെ അപ്പയും അമ്മയും മുഖം തെളിഞ്ഞു വരും. കാരണം അവർ എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാ. എനിക്ക് കുടിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി തുടങ്ങുന്നത് നമ്മുടെ മുഖം തെളിയുമ്പോഴാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തും പറയാനുള്ള ഇടമായി നമ്മുടെ വീടുകൾ മാറുന്നുണ്ടോ? നിങ്ങളേറെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒടുങ്ങാത്ത കലഹങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? എനിക്കറിയാം, ഒരു സെപ്പറേറ്റഡ് ആയിട്ടൊരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞു, ഡിവോഴ്സായി, കോടതി ഡിവോഴ്സ് കൊടുത്തു. അമ്മയോടൊപ്പമാണ് മകൻ. കാരണം ആ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാണ് ഈ സ്ത്രീ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചത്. ഒടുവിൽ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു, പിരിഞ്ഞു. അങ്ങനെ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്താൽ പിരിഞ്ഞത്. ഈ മനുഷ്യനെ ഒരിക്കലും ഈ സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ കുഞ്ഞിനെ പൊന്നുപോലെ ജീവൻ അവർക്ക്. കോടതി ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ട്, അമ്മയോട് കൂടാ മകൻ. പക്ഷേ എല്ലാ മാസത്തിൻ്റെ ആരംഭത്തിൽ അപ്പന് കുഞ്ഞിനെ ചെന്ന് കാണാം. അങ്ങനൊരു അപ്പനൊരു ഒരു അവകാശവും കൊടുത്തു. അമ്മ വേണ്ടതെല്ലാം കുഞ്ഞിന് നൽകുന്നുണ്ട്. പക്ഷെ കുഞ്ഞിൻ്റെ മനസ്സിൽ എപ്പോഴുള്ള ആഗ്രഹം എന്താണെന്നറിയാമോ? മാസത്തിൻ്റെ ആദ്യം വരുന്ന അപ്പനെ ഇങ്ങനെ കാത്തിരിക്കും. അവന് അമ്മയെ മാത്രം പോരായല്ലോ, അപ്പനെയും വേണ്ടേ? അമ്മ എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ മുൻപിൽ അപ്പൻ പന്ന മനുഷ്യനായിരിക്കാം. പക്ഷെ അവൻ്റെ അപ്പനെ വേണ്ടേ? അപ്പോഴീ മാസത്തിൻ്റെ ആദ്യമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പൊന്നുപോലെ നോക്കുന്ന അമ്മ അങ്ങ് അസ്വസ്ഥയാകും, ഇറിറ്റേറ്റഡ് ആകും, ബഹളം ഉണ്ടാക്കും, കൊച്ചിനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. മാസത്തിൻ്റെ ആദ്യമാകുമ്പോഴേ അപ്പം വരുമ്പോഴേ വീടിൻ്റെ അകത്ത് കയറാൻ പോലും അപ്പന് അധികാരമില്ല. പുറത്ത് നിന്ന് കുഞ്ഞിനെ ഫോണിൽ വിളിക്കും, അവൻ ഓടിച്ചെല്ലും. അപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും കൊച്ചനെ. കുറച്ച് നേരം അപ്പനുമായിട്ട് സംസാരിക്കും. അതിനുശേഷം അപ്പം കൊടുത്തതായിട്ട് അവൻ തിരിച്ചു കയറും. എന്തോ ഒരു സന്തോഷത്തോടാണെന്നറിയാവോ അവനിങ്ങനെ കയറുന്നത്. അപ്പോഴത്തേക്ക് അകത്ത് വേണ്ട രക്തരക്ഷസ് കണക്കാ സ്ത്രീ കലിതുള്ളി നിൽക്കുക. നിങ്ങളെപ്പോഴും ഓർത്തോണം, നിങ്ങൾ പിണങ്ങുമ്പോഴേ നിങ്ങൾക്ക് വേറെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഡിവോഴ്സ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഭർത്താക്കന്മാരെ കിട്ടും, ഭാര്യമാരെ കിട്ടും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ മാതാപിതാക്കളില്ലെന്ന് ഓർത്തോണം.
അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാഠപുസ്തകം മാതാപിതാക്കളാകേണ്ടത്. നിങ്ങൾ ഈ ആകാശത്ത് പറന്നു കിടക്കുന്ന പട്ടം കണ്ടിട്ടില്ലേ? അതിൻ്റെ അടിയിലൊരു ത്രെഡ് ഉണ്ട്. അത് പിടിച്ച് നിൽക്കുമ്പോൾ ആ പട്ടം നന്നായിട്ട് ഇങ്ങനെ പറക്കും. ആ ചരട് വിട്ടുപോയാലോ എല്ലാം പോയില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ത്രെഡ് നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതുപോലെ ജീവിക്കുന്നവരാണ്. ഒരിക്കൽ പോലും ഈ കുഞ്ഞുങ്ങൾ പറയാനിടയാകരുത്, ഈ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയാനിടയാകരുത്, എങ്ങനെ ശരിയാകാനാ, നരകം പഠിച്ചൊരു വീട്ടിലാണല്ലോ പിറന്നതെന്ന് പറയാനിടയാകരുത്. വിഹിതമല്ലാതെ ജീവിക്കുന്ന അമ്മയെ എൻ്റെ ശാപമെന്ന് പറയാൻ ഈ കുഞ്ഞുങ്ങൾക്കിടയാകരുത്. നിങ്ങൾ കേട്ടിട്ടില്ലേ കൃഷ്ണൻ നായർ എന്ന മനുഷ്യനെ പറ്റി? ഈ മലയാളത്തിലെ കാർക്കശ്യ നിരൂപകനാണ് അദ്ദേഹം. ആത്മകഥയൊന്നും എഴുതിയിട്ടില്ല. ഭാഷാഭൂഷണയുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ആത്മകഥ എഴുതിയിട്ടില്ലല്ലോ, എഴുതുമ്പോൾ എന്നാ എഴുതുന്നത്, എന്തായിരിക്കും എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ നായർ പറഞ്ഞു, ഞാൻ എഴുതിയിട്ടില്ല, എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കും: നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പിറക്കുന്നതാണ് ജീവിതത്തിൻ്റെ സുഹൃതം. സാർ എന്താ ഇങ്ങനെ പറയാൻ കാരണം ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മടിയില്ല. അത് കൃഷ്ണൻ നായർ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അസന്മാർഗിക ജീവിതം, അമ്മ അതിനോട് കാണിച്ച നിസ്സംഗത കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുണ്ടാക്കി. ഇപ്പം പ്രായമേറിയ മനുഷ്യൻ പറയുകയാണ് ഇപ്പോഴും അത് ഉണങ്ങിയിട്ടില്ലെന്ന്. നിങ്ങൾ ചിലപ്പോൾ ഈ കലഹിക്കുമ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ ചില മുറിവുണ്ടാകും. ഉണങ്ങില്ല, ഒരിക്കലും ഉണങ്ങില്ല. ഉള്ളു തുറന്നൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ കൊടുത്തുവെന്ന് അവർ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു കാണും. കൊടുക്കുന്നതല്ല അവർക്ക് വേണ്ടത്. കുഞ്ഞുങ്ങൾ പറയില്ലേ, ഇതൊന്നും അല്ല, ഇച്ചിരി സമാധാനം തരേണ്ടതെന്ന്. അമ്മയോടും സ്നേഹത്തോടിരിക്കുക ആവശ്യമെന്ന്. അതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത്? അത് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ പള്ളിയിൽ പോകാനും സൺഡേ സ്കൂളിൽ പോകാനും വേദപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ മാളിലും ഷോപ്പിങ്ങിനും എവിടെയെങ്കിലും കൊണ്ടുവിട്ടിട്ട് കാര്യം എന്നതാ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ ജീവിതം ധാർമ്മിക ബോധ്യത്തോടായിരിക്കണം. എനിക്ക് പള്ളികളോടും പറയാനുള്ളത്, നമ്മുടെ പള്ളികളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇനിയും നമ്മുടെ പള്ളി പണിയുകയോ ജൂബിലിയോ ഒന്നും അല്ല. അതൊന്നും വേണ്ടെന്നൊന്നും പറയുന്നില്ല, എല്ലാം വേണം. പെരുന്നാളുകളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. പക്ഷെ അതിനോടൊപ്പം അടുത്ത ജനറേഷനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, ഇപ്പം മൈഗ്രേഷൻ വന്നിട്ട് നമ്മുടെ പള്ളികൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളികൾ കുഞ്ഞുങ്ങൾ കുറഞ്ഞു തുടങ്ങി. മൈഗ്രേഷൻ വന്നപ്പോഴോ ഇവിടുത്തെ ഒരു 40% കുഞ്ഞുങ്ങൾ ഇല്ലാതാകുക. ഒന്നാമത് നമുക്ക് 1-2 കുഞ്ഞുങ്ങളൊക്കെയാണ്. അതിനകത്ത് 40% പോയാലോ ഇവിടെ ഉള്ളവരിൽ പകുതിയോളം ആളുകൾ മാത്രമേ പരമാവധി പള്ളിയോട് ചേർന്ന് നിൽക്കുന്നുള്ളൂ. അല്ലാത്തവർക്ക് പള്ളിയൊന്നും വേണ്ട, മാറി നിൽക്കുക. മൈഗ്രേഷൻ നടത്തിയവരോ നമ്മൾ പറയും സഭ അവിടെ വളരുന്നു. ശരിയാണ്, വളരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയണമോ ഒരു കാര്യം? ചോദിച്ചു നോക്കുക, അവിടെ പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചു നോക്കാം. 35% അവിടെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് പള്ളിയോട് ചേർന്ന് നിന്നും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യത്തോടൊക്കെ നിൽക്കുകയും പരസ്പര ബന്ധത്തോട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് പോകുന്നവർ. പക്ഷെ ഒരു 30% ഒരു പാസീവാണ്. അടുത്തൊരു 35-30% എന്താണെന്നറിയാമോ? കൈവിട്ടു പോവുക. നമ്മളെല്ലാം വിചാരിക്കുന്നു പോകുന്നവരെല്ലാം കയറി വരുന്നുണ്ടെന്ന്. കൈവിട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. കൈവിട്ടു പോകുന്നത് പള്ളികൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര പണം ചെലവാക്കിയാലും നമ്മുടെ അടുത്ത ജനറേഷനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ആഘോഷം നടത്തിയിട്ട് കാര്യമല്ല. നമ്മുടെ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് മടുത്തു തുടങ്ങി. ഇതൊക്കെ പള്ളിയിൽ നിന്ന് അതുകൊണ്ട് മാറി അവരെ ചേർത്ത് പിടിക്കണം, ചേർത്ത് നിർത്തണം. അതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നെടുക്കൽ ഒരു പയ്യൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, അവൻ ആദ്യമായിട്ട് മദ്യപിച്ച എവിടെ നിന്നാണെന്നറിയാവോ? പള്ളിയിൽ നിന്നാണ് മദ്യപിച്ചത്. കള്ളു കുടിച്ചത് പള്ളിയിൽ നിന്നാണ്. എപ്പോഴാണെന്നറിയാവോ? ക്രിസ്മസ് കരോളിന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ അടുക്ക എല്ലാവരോടും നിർബന്ധിച്ചു, അവൻ മദ്യപിച്ചു. അവൻ ആദ്യം കള്ളു കുടിച്ചത് പള്ളിയിൽ നിന്ന്. എന്തിനാ പള്ളി? എന്തിനാ പെരുന്നാൾ? എന്തിനാ ക്രിസ്മസ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്വഭാവ വൈകൃതത്തിലേക്ക് വിടുകയാണെങ്കിൽ എന്തോരം അപകടമാണെന്നറിയാമോ? നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. സാമ്പത്തിക കാര്യങ്ങൾ പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ ക്രമപ്പെടും. ആരോഗ്യം അതും ആശങ്കപ്പെടേണ്ടതേ. മെഡിക്കൽ സയൻസ് വളർന്നില്ലേ? അതോടൊപ്പം ദൈവം നമ്മുടെ കൂടില്ലേ? പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുവട് വഴുതി പോയാലും എല്ലാം പോയില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവരുടെ ചുവടുകൾ നേരെയാകണമെങ്കിൽ അവർക്ക് നോക്കാൻ ഒരു അമ്മയുണ്ടായിരിക്കണം. ഒരിക്കലും പറയാനിടയാകരുത് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിതം ക്രമപ്പെട്ടതിന് കാര്യം ഈ അമ്മ ഒരുത്തിയ ഈ അപ്പ ഒരുത്തനാന്ന് പറയാനിടയാകരുത്. അവർക്ക് പറയാൻ പറ്റണം. പ്രലോഭനങ്ങളുണ്ടായി, സമ്മർദ്ദങ്ങളുണ്ടായി. പക്ഷെ അവിടെയൊക്കെ പിടിച്ചു നിന്നത് എൻ്റെ അമ്മയുടെ ജീവിതമാണ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാ എന്ന് പറയാനിടയാകണം. അതാകണം നമ്മുടെ കുടുംബജീവിതം. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.
4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. തമ്പുരാനെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ചില സമയത്തൊക്കെ ഞങ്ങൾ നിരാശരാകും. ഞങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടെ ആഴപ്പെടണം. ഞങ്ങൾ ഇടപെടുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തണം. ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ ഇടപെടുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ തക്കവണ്ണം നമുക്കിടയാകും. 2, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൊയ്മുഖങ്ങൾ കൊണ്ട് നല്ലവരായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. ആത്മീയതയുടെ വേഷം ധരിച്ചും വാചക കസരത്ത് കൊണ്ടും സരസമായ സംഭാഷണത്തിലും ബാഹ്യമായ മോടികൾ കാണിച്ചുമൊക്കെ നല്ലവരാകാനാണ് ശ്രമിക്കുന്നവർ. നമ്മുടെ ആന്തരിക ജീവിതം കുത്തഴിഞ്ഞതാണോ, ദുർഗന്ധം വമിക്കുന്നതാണോ, വിഷമുള്ളതാണോ, ചീഞ്ഞു നാറുന്നതാണോ, കുത്തുവിട്ടതാണോ? അതാണ്. പുറം മാത്രമല്ല, അകവും പുറവും ഒരുപോലെ നിർമ്മലമാകണം. 3, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണ്. പൊട്ടപ്രാവ് കണക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും. ഓരോ ചുവടും ശ്രദ്ധയോടാകണം. ഒരു ചുവട് വഴുതിയാൽ കൈവിട്ടു പോകും. കുഞ്ഞുങ്ങളേറെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടെ ആകണം. നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതൊന്നും. അത് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ ക്രമപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കാം. നമ്മളെല്ലാം ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എങ്കിൽ ഭൗതികമായ ക്രമീകരണങ്ങളല്ല അവർക്ക് കൊടുക്കേണ്ടത്. നല്ലൊരു ആത്മീക അന്തരീക്ഷം, സന്തോഷമുള്ളൊരു കുടുംബം. ജപ്പാനിൽ കിൻസുഖി എന്നൊരു ആർട്ടുണ്ട്. കിൻസുഖി സെറാമിക് പ്ലേറ്റുകളുടെ നാടല്ലേ ജപ്പാൻ. കിച്ചണിലൊക്കെ നല്ല മനോഹരമായ സെറാമിക് പ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ചില സമയത്ത് അത് താഴെ വീണ് ഉടഞ്ഞു പോകും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉടഞ്ഞതൊന്നും ഉപേക്ഷിക്കാനല്ല, ചേർത്ത് വെച്ച് സുന്ദരമാക്കാനാണ്. അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? താഴെ വീണ സെറാമിക് പ്ലേറ്റുകൾ ഒരു പശ വെച്ചുകൊണ്ട് ഒട്ടിക്കും. എന്നിട്ട് അതിന് മീതെ സ്വർണം ഉരുക്കിയിട്ട് അത് ടച്ച് ചെയ്യും. അപ്പോൾ മുൻപെങ്ങനെയോ അതിനേക്കാളും മനോഹരമാകും. കിച്ചണിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവർ പിന്നീട് കിച്ചണിൽ വെക്കില്ല. പിന്നെ അവിടെ നിന്ന് മാറ്റി വിസിറ്റേഴ്സ് റൂമിൻ്റെ അവിടേക്ക് മാറ്റും. പണ്ടെങ്ങനെയോ അതിനേക്കാൾ സുന്ദരമായി ആ പാത്രം മാറും. ഉടഞ്ഞതൊന്നും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു ഒരു 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 ദർശനമാണ്. ഉടഞ്ഞതൊന്നും ഉപേക്ഷിക്കാനുള്ളതല്ല, ചേർത്ത് വെച്ച് സുന്ദരമാക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ഉടഞ്ഞു പോകാത്ത ആരാ ഉള്ളത്? വീണു പോകാത്ത മനുഷ്യരാരാ ഉള്ളത്? ആരെങ്കിലും പൂർണ്ണരാണോ? പക്ഷേ അത് ഉപേക്ഷിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം എത്ര തകർന്നെന്ന് പറഞ്ഞാലും നശിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം എത്ര ഇടറിപ്പോയെന്ന് പറഞ്ഞാലും തള്ളിക്കളയാനുള്ളതല്ല. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാലും അയ്യോ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കാനുള്ളതല്ല. ചേർത്ത് വെക്കാൻ പറ്റും. നാം ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നിട്ടൊരു ടച്ച് വേണം. അതിനാണ് ഡിവൈൻ ടച്ച്. ക്രിസ്തു എന്ന സ്വർണം അത് നമ്മുടെ ജീവിതത്തിലൊന്ന് ടച്ച് ചെയ്യുമ്പോഴേ സുന്ദരമാകും. നിങ്ങൾ പണ്ടെങ്ങനെയോ അതിനേക്കാൾ സുന്ദരമാകും. ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും നല്ലത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് പുറത്തു വന്നിട്ടില്ല. അതിനുള്ള ശ്രമമാകട്ടെ ഈ പെരുന്നാൾ, ഈ കൂടിവരവ്. പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ.